പ്രൊഫഷണൽ എക്സാം ഫേസ് ചെയ്യുകയാണ്. അപ്പോൾ 2 പ്രാവശ്യം ഫേസ് ചെയ്തിട്ട് ഇവിടെ ശരിക്കും അങ്ങ് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് ഇവൾക്ക് ഉടമ്പടി ചെയ്തിട്ട് ഇവളൊന്നും പഠിക്കണില്ല. കാര്യം അങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ വന്നപ്പോൾ ഭയങ്കര വിവാദങ്ങളൊക്കെ ഉണ്ടായല്ലോ. പഠിക്കാത്ത കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞൊരു കമൻ്റൊക്കെ വരും അതിൻ്റെ താഴെ. പഠിക്കാത്ത മടിയന്മാരെ നിങ്ങളെന്തിനാ പ്രോത്സാഹിപ്പിക്കണമെന്ന് ചോദിച്ചതിൻ്റെ കമൻറ്റ് വരും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം വരണത്, ചില ആൾക്കാർ ഗട്ടറെ വണ്ടി നമ്മളെ പൊതഞ്ഞു പോകത്തില്ലേ, വണ്ടി പൊതഞ്ഞു പോകത്തില്ല. നമ്മൾ ചെല്ലുമ്പോൾ ഈ മഴയൊക്കെ ഉള്ള കാലത്താണെങ്കിൽ വണ്ടി ചിലയിടത്ത് പോയി പൊതഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഉടനെ അതിൻ്റെ മണ്ണൊക്കെ മാറ്റി അതിൻ്റെ വീലിൻ്റെ അടിയിലുള്ള മണ്ണൊക്കെ മാറ്റിയെടുക്കും. എന്നിട്ട് നമ്മൾ വല്ല ഇരുമ്പ് പട്ടയൊക്കെ കയറ്റി വെച്ചും തള്ളും. ചില ആൾക്കാർ എങ്ങനെ ഞാനൊരു രാത്രി മുഴുവനും ഇങ്ങനെ കുഴി വീണ വണ്ടി തള്ളണം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും രാവിലെ കുർബാനയ്ക്ക് വരുമ്പോൾ ഈ ആൾക്കാർ എപ്പോഴും ഒരിടത്ത് എത്തിക്കാണത്, ആ വണ്ടി ഇപ്പോഴും കുഴി തന്നെ കിടക്കും. ജീവിതത്തിൻ്റെ ചില കട്ടറിൽ നമ്മൾ ചെന്ന് വീണാൽ നമുക്ക് പിന്നെ പൊങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പം ആ കുട്ടിയുടെ ആ ഒരു പ്രശ്നം അതാണ്. അവൾ പറഞ്ഞു ഞാൻ എഴുതത്തില്ല ഇനി. എന്താ കാര്യം? അവളുടെ കോൺഫിഡൻസ് പോയി. ഇപ്പം നമ്മൾ നീന്തുമല്ലേ മനുഷ്യർ, കടലിലും അല്ലേ പുഴയിലും ഒക്കെ നീന്തല്ലേ, വെള്ളമൊക്കെ മറിഞ്ഞൊക്കെ പോകുമ്പോൾ ആൾക്കാർ നീന്തും. അപ്പോൾ നീന്തിയ രക്ഷപ്പെട്ടു കഴിഞ്ഞല്ലേ. പക്ഷെ ചില ആൾക്കാർ നീന്തിയാൽ ചിലപ്പോൾ മസിലൊക്കെ ഈ ഉളുക്കി പിടിക്കും അല്ലേ. അപ്പോൾ പിന്നെ കൈകാലിട്ട് അവിടെ അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടനെ എന്തു ചെയ്യും? കൈ പൊക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വന്ന് പിടിച്ചോ, ഞാൻ മുങ്ങിപ്പോവുകയാണെന്ന് എൻ്റെ അർത്ഥം. എൻ്റെ മെരിറ്റ് തീർന്നെന്നാണ് എൻ്റെ പറയണവർ അല്ലേ. ജീവിതത്തിൽ ഇങ്ങനെ വരും. ജീവിതത്തിൽ ചില സമയത്തെങ്കിലും നമ്മൾക്ക് ഇതുപോലെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മസിൽ വെട്ടിപ്പോവും. നമ്മൾ എങ്ങനെയും കരപറ്റാൻ വേണ്ടിയാണ് ഈ ഓരോ ബിസിനസ്സൊക്കെ ചെയ്യണതേ. ആ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ വേറെയും ആൾക്കാർ അതേ ബിസിനസ് തന്നെ അടുത്ത് കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ നമ്മൾ മസിൽ വെട്ടണ പോലെ നമ്മൾ നിന്ന് പോകും. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ തന്നെ മസിൽ വെട്ടിയ പോലെ ആയില്ലേ. ബാങ്കുകാരും കടവിളവ് ചെയ്ത് തന്നില്ലല്ലോ. ഇപ്പോൾ എല്ലാവരുടെയിലും ജെട്ടിയുടെ പേപ്പറല്ലേ ഇരിക്കണത്. അപ്പോൾ ഇത് എവിടെ കൊണ്ടുപോയി അന്ത്യം ഉണ്ടാകും? ഞാൻ അവരോട് ചോദിക്കും, എന്തെങ്കിലും ഒരു ശോഭ കിട്ടാനോ കൊടുക്കാനോ വാങ്ങിക്കാനോ തരാനോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലെന്ന് പറയും അവർ. ഒന്നുമില്ല. അവർക്ക് 0 മെറിറ്റാണ് വർക്ക് ചെയ്യണത്. 0 മെറിറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ എന്തുകൊണ്ടാണ് ആ വിഷയം എടുക്കുന്നത്? എല്ലാ ദിവസവും എടുക്കുന്നുണ്ടല്ലോ. അതായത് എൻ്റെ മനസ്സ് പറയണത് കർത്താവ് ഇവരെ സന്ധിക്കും. ചിലപ്പോൾ ഇപ്പോഴും നമുക്കവർക്ക് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ പോകുന്ന വഴി സുഖപ്രാപിക്കുന്നത് ഒരു സുവിശേഷത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 17:14. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഈശോ പറഞ്ഞെന്താ പറയണ? പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കണ്ണീരിട്ട് പോകുമ്പോഴേ ആ പോകുന്ന വഴിക്ക് കർത്താവ് നിൻ്റെ പുതിയ വാതിൽ തുറന്നു തരും. നീ ഒരിക്കലും ചിന്തിക്കാത്ത വാതിലെ തുറന്നു തരും. ഇത്രയും കാര്യം എന്താണ്? അപ്പോൾ മദ്രാസിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ്റെ സാക്ഷ്യം ആണ് ഞാനിപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം. അയാൾ ഇവിടുന്ന് സാക്ഷ്യം എടുത്ത് അയാളുടെ ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ്. വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ ആ കുഞ്ഞിന് സംഭവിച്ച ഒരു ദുരന്തമാണ്. അയാളിവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കസിൻ സിസ്റ്ററുമായിട്ട് ഇവിടെ വന്ന് അന്ന് കോവിഡിനെ ഇവിടെ കയറ്റത്തില്ലായിരുന്നു. ജസ്റ്റ് 15 മിനിറ്റ് അയാൾക്കൊരു അനുവാദം, അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ 15 മിനിറ്റ് അനുവാദം കൊടുത്ത് ഗേറ്റ് തുറന്ന് 15 മിനിറ്റ് അയാൾ നമ്മടുത്ത് നിന്നിട്ട് അയാൾ പുറത്തിറങ്ങി ഗേറ്റ് അടച്ച്. അന്നത്തെ കാര്യം പോലീസ് ഇവിടെ ആൾക്കാരെ അടിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. ആ ഒരു കാലം ഉണ്ടായിരുന്നു. കാര്യം ആൾക്കാർ കൂടി നിന്നിട്ട് SP കണ്ടിട്ട് CA വിളിച്ച് പറഞ്ഞു CA ഇവിടെ വന്ന് ലാത്തിച്ചാത്ത് കണക്കുകയായിരുന്നു. ആ CA കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു.
ഒരു കാലമായിരുന്നത്. ഞാനതിനെക്കുറിച്ച് അമ്മയോട് മാത്രമേ കംപ്ലൈൻറ്റ് ചെയ്തുള്ളൂ. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് മനുഷ്യൻ വന്ന് അപ്പീസായി. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പോകുന്ന വഴി അയാൾ എക്സ്റേ കവർ എത്തിയപ്പോൾ തന്നെ അവിടുന്ന് മെസ്സേജ് വന്നു, കൊച്ച് ഓക്കെ ആയി, കൊച്ചിനെ കൊണ്ടുപോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. അത്രയും സ്പീഡാണ്. ഈ സാധാരണ ഒരു വിശ്വാസി ഒരു ദൈവമായിട്ടുള്ള ഒരു ഏർപ്പാടിന് വരുമ്പോൾ അവരെ ഇൻവെസ്റ്റ് ചെയ്യണത് ഒന്ന് ഫെയ്ത്ത് നമുക്ക് വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഉടമ്പടിയിൽ ആ ഫെയ്ത്ത് വർക്ക് ചെയ്യത്തില്ല. പെർസ്വറിങ് ഫെയ്ത്താണ് ഉടമ്പടി വർക്ക് ചെയ്യണത്. അന്ന് ഫിഡലിറ്റി എന്ന് പറയും. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇതൊരു ഉടമ്പടി ഒരു ടെക്നിക്കൽ പ്രോജക്റ്റാണ്. നമ്മൾ ചുമ്മാ വാ യേശുനാഥ എന്ന് പറഞ്ഞ വന്ന കേസല്ലത്. അതങ്ങനെ ആർക്കും പറയാം. ഇതിൻ്റെ അകത്ത് ഇതിൻ്റേതായിട്ടുള്ള കുറച്ച് ദൈവമായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 3 കാര്യങ്ങളിൽ നമ്മൾ ഉറപ്പ് വരുത്തണം. ഒന്ന്, എനിക്ക് ഫെയ്ത്ത് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ സാധാരണ ഫെയ്ത്ത് ഇങ്ങനെ വിട്ട് പിടിക്കുന്ന ഫെയ്ത്താണ്. ഇന്ന് ഫെയ്ത്ത് ഉണ്ടാകും, നാളെ ഫെയ്ത്ത് ഉണ്ടാകത്തില്ല. ആൾക്കാരുടെ ഫെയ്ത്ത് അങ്ങനെയാണേ. ഇപ്പോൾ ഇന്ന് കൊച്ചിന് സുഖമാണെന്ന് പറയുമ്പോൾ ഓക്കെ ഫെയ്സിലോടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നാളെ കൊച്ചിന് ശ്വാസം കിട്ടത്തില്ല, അപ്പോൾ ഉള്ള ഫെയ്ത്ത് 0 ആയിപ്പോയിക്കും. ആൾക്കാരുടെ ഫെയ്ത്ത് വിട്ട് പിടിക്കുന്ന ഫെയ്ത്താണ്. അതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ ഈ മോട്ടറിൽ വെള്ളം അടിക്കുമ്പോൾ മോട്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, പക്ഷേ വെള്ളം കയറത്തില്ലല്ലോ. അപ്പോൾ പറയുന്നത് അത് ഗ്യാസാണെന്നൊക്കെ പറയും അല്ലേ, വെള്ളത്തിൻ്റെ ഇവിടെ ഗ്യാസ് കയറുന്നത് കൊണ്ടാണ്. അതുപോലെ വെള്ളം പിടിക്കാത്തൊരവസ്ഥ വരും. അതിൻ്റെ കാരണം ഈ വിശ്വാസം ഇങ്ങനെ, നിങ്ങൾക്ക് ഇന്ന് ഉള്ള വിശ്വാസം നാളെ ചില സമയത്ത് ഉണ്ടാകത്തില്ല. അത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാര്യം നിങ്ങളുടെ വിശ്വാസം ഇതിൽ വിട്ടുപിടിക്കുന്ന വിശ്വാസമാണോ? എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ തോന്നിയിരിക്കുന്നത് ഒരു 80% ആൾക്കാരുടെ വിശ്വാസം ഇങ്ങനെ പതയുള്ള വിശ്വാസമാണ്. ഇപ്പം നമ്മൾ ചായ ഇങ്ങോട്ട് വീത്തി, ചില ആൾക്കാർ ചില സി ക്ലാസ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചായ ഇങ്ങനെ വീത്തി ഇങ്ങനെ അടിച്ചു തരത്തില്ലേ, എന്താ? പക്ഷേ അതിൻ്റെ പകുതി മുക്കാലും പതയിരിക്കും അല്ലേ. അര ഗ്ലാസ് ചായ ഉണ്ടാകത്തുള്ളൂ, ബാക്കി മുഴുവൻ പതയിരിക്കും. ഈ പത കയറുന്നത് വിശ്വാസത്തിലെ ഒരു ആൾക്കാരുടെ പലരുടെയും വിശ്വാസത്തിൽ പത കൂടുതലാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ വിശ്വാസം ദൈവം എപ്പോഴും നിങ്ങളുടെ അവിശ്വാസത്തെ എപ്പോഴും കൺഫ്രണ്ട് ചെയ്യും. കാര്യം എന്നിട്ട് വിശ്വാസത്തെ പലതരത്തിൽ കർത്താവ് തിരിക്കണം. അല്പവിശ്വാസി, ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല, അവിടെ വിശ്വാസം കണ്ട് അവൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഈ വിശ്വാസത്തെ ഈശോ പല രീതിയിലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ പതയുള്ള വിഷയം, നിങ്ങളെ ആദ്യകാലങ്ങളിൽ ദൈവം ഇങ്ങനെ ഒന്നെങ്കിൽ ചില ആൾക്കാരെ ദൈവം പെട്ടെന്ന് കുറേ ബ്ലെസ്സിങ് കൊടുത്തിട്ട് അതുപോലെ തന്നെ ബ്ലെസ്സിങ് എല്ലാം തിരിച്ചെടുക്കും. അപ്പം നിങ്ങൾ ഉടനെ ബ്ലെസ്സിങ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വിശ്വാസം, ബ്ലെസ്സിങ് ഇല്ലാത്ത അനുഗ്രഹം ഇല്ലാത്ത കാലത്ത് വിശ്വാസം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടനെ വിശ്വാസത്തിൽ പിന്നെയും താഴേക്ക് വരും, പിന്നെയും ഇങ്ങനെ ഉയർന്നു വരും. ഇങ്ങനെ നിൽക്കാൻ പറ്റും. ഈ വിശ്വാസം ദൈവം എടുക്കണില്ല, അതാണ് പ്രശ്നം. കാര്യം പണ്ട് ഞാൻ കുഞ്ഞുനാളിലൊക്കെ കയറ് കൊണ്ടേ കൊടുക്കുമായിരുന്നു കടയിൽ. അമ്മ പിരിക്കണ കയറ് കൊണ്ടുപോയി കടയിൽ കൊടുക്കും. കടയിൽ കൊടുക്കുമ്പോൾ കുട വാങ്ങിച്ചുകൊണ്ട് പോകും. എന്താണെന്ന് ഈ മഴയത്ത് തന്നെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ കുട മസ്റ്റാണ് കയറും കൊണ്ട് പോകുമ്പോൾ. എന്താ കാര്യം? മഴ എങ്ങാനും ചെറുതായിട്ട് പൊടിഞ്ഞ് കയറ് വീണെങ്കിൽ കച്ചവടക്കാരൻ കയറ് തൂക്കുന്ന മുമ്പ് എന്താ ചെയ്യണേ? കയറിലിങ്ങനെ ഉള്ളിൽ കയറിയിട്ട് പിടിക്കും. കയറിൻ്റെ ഈ ഇങ്ങനെ കയറിങ്ങനെ മുടിയായിട്ട് വെക്കുമല്ല, അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് ആളെ കയറെ പിടിക്കുക. എന്നുവെച്ചാൽ കയറ് ചകിരി നനഞ്ഞിട്ടുണ്ടോ വെള്ളമാണോ എന്നറിയാൻ വേണ്ടിയാണ്. അതാണ് നമ്മൾ പിടിക്കുക. ഇപ്പം അങ്ങനെ കയറിൻ്റെ പരിപാടിയൊക്കെ കുറവില്ല, ആൾക്കാർക്ക് ചകിരി പോലും കിട്ടണില്ല. പക്ഷേ പണ്ടത്തെ ഒരു കാലമുണ്ട്, മനുഷ്യൻ ജീവിച്ച ഒരു കാലം. എന്താ പ്രശ്നം വെച്ചാൽ ഇതുപോലെ നമ്മുടെ വിശ്വാസത്തിൽ അവിശ്വാസത്തിൻ്റെ നനവിടക്കം ഉണ്ടാവും. പിടിയിടിയാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മനസ്സിലായില്ലേ? നിങ്ങൾ കയറെ കെട്ടി തൂങ്ങി നിന്നൊരു കാര്യമില്ല, തിരിച്ചു വരണം. അതായത് നമ്മുടെ വിശ്വാസത്തിൽ അവിശ്വാസത്തിന് നനവ് എന്തുമാത്രം കുറച്ചെടുക്കാൻ പറ്റും, അതനുസരിച്ച് ദൈവം ഇങ്ങനെ ഓരോ ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും.
അപ്പോൾ ചില ആൾക്കാർ ദൈവം എന്തെല്ലാം നമ്മുടെ അനുഭവത്തിൽ എന്തെല്ലാം നെഗറ്റീവ് സംഭവിച്ചാലും ചിലർ മൈൻഡ് ചെയ്തില്ല. അതൊക്കെ കർത്താവ് നേരെയാക്കിക്കോളൂ എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ഏജൻറ്റ് മരിച്ചു പോകണമെന്ന് വിചാരിച്ചു, അതോട് കൊടുത്ത് നിങ്ങൾ അതിൻ്റെ കൂടെ മരിക്കും ഉടനെ. അയ്യോ, അയാൾക്കാണല്ലോ പൈസയെല്ലാം കൊടുത്ത് അയാൾ വഴിയാണല്ലോ, ഇനിയിപ്പോൾ ആരോട് പറയാനാണ്, ഇവിടുന്ന് ചെന്നിൻ്റെ രേഖകൾ മേടിക്കാൻ മറന്നുപോയി ഇങ്ങനെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു നേരെ എല്ലാം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു ഈടറുണ്ടാകണത്. പക്ഷേ വിശ്വാസിയാണെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മൾ കൊടുത്ത കാര്യം നമുക്കറിയാം. നമ്മൾ വിശ്വസിക്കുന്ന ഏജൻറ്റിലല്ല, പിന്നെ ആരെല്ലാം വിശ്വസിക്കുന്നത്? ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യവും കർത്താവിനെ ഒപ്പിച്ചും കർത്താവിനെ അതിൻ്റെ അകത്ത് കക്ഷി ചേർത്തുമൊക്കെ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതൊരു ഗ്യാരണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. അച്ഛൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിശ്വാസം തന്നെ നിങ്ങൾ ആദ്യം കറക്റ്റ് ചെയ്യണം. കാര്യം വിശ്വാസത്തിൽ പതയുണ്ട്. കാര്യം വിശ്വാസത്തിൽ അവിശ്വാസം കയറി വരും. അതിങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, വിശ്വാസത്തിനെതിരെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥന തണുക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? വിശ്വാസത്തിനെതിരെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ പ്രാർത്ഥന തണുക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. തണുക്കുന്നുണ്ടെങ്കിൽ അർത്ഥം വിശ്വാസത്തിൽ പതയുണ്ട്. വിശ്വാസവും അവിശ്വാസവും ഒരുമിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടത്തില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങനെ വിശ്വാസത്തിൽ അവിശ്വാസം കയറിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുക, എന്നിട്ട് വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പദം മാറ്റുന്നതിനേക്കാൾ നല്ലത് വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച അങ്ങനെയല്ലേ? ഞങ്ങളുടെ വിശ്വാസത്തെ. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്. അതും പ്രാർത്ഥനയായിട്ടാണ് മാറ്റേണ്ടത്. അവിശ്വാസത്തെ എന്താ ചെയ്യേണ്ടത്? ദൈവം തന്നെയാണ് പരിഹരിക്കേണ്ടത്. മനസ്സിലായില്ലേ? നമുക്ക് പരിഹരിക്കാൻ പാടായിരിക്കും. അപ്പോൾ അവിശ്വാസം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, കാര്യം അവിശ്വാസം കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഈടറിവ് സംഭവിക്കുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ വർഷം ഞാൻ കോവിഡായിട്ട് ക്വാറൻറ്റൈനിലാണ്. എത്ര ദിവസം ക്വാറൻറ്റൈനിലായി കിടന്നു. അപ്പോൾ ഞാൻ ഒരു ആഴ്ച പോയി ഇത് നോക്കുമായിരുന്നു, എങ്ങനെ ടെസ്റ്റ് എടുത്തേലേ. അപ്പോൾ ഓരോ ആഴ്ച എടുക്കുമ്പോഴും അത് എല്ലാം പോസിറ്റീവ് കോവിഡ് പോസിറ്റീവ് അടിച്ചു ചെയ്തു. അപ്പം എനിക്കിതിൻ്റെ കളികൾ അറിയാവുന്ന കൊണ്ടാണ് ഞാനിത് ഡൗൺ ആകാൻ. ഞാൻ ഡൗൺ ആയിരുന്നെങ്കിൽ കർത്താവ് അത് കുറിച്ച് വെച്ച് തരാം. എന്താണ്? ഇപ്പം വലിയ പ്രഭാഷകനാണ്, പക്ഷെ തനിക്ക് സ്വന്തമായിട്ട് പണി കിട്ടിക്കഴിഞ്ഞപ്പോഴേ സ്വന്തം നിറം കാണിച്ചു. അതാണ് സംഭവം. നമ്മുടെ ഓരോ ഇഷ്യൂസ് വരുമ്പോൾ അതിൻ്റെ ഒരുത്തൻ ടെസ്റ്റിംഗ് ടൈമാണ്. ടെസ്റ്റില്ലാതെ ഒരു പണിയും നടക്കത്തില്ല. അതായത് ദൈവം സത്യമായത് കൊണ്ടാണ് നമുക്ക് ടെസ്റ്റ് വരുന്നത്. ദൈവം സത്യമായത് കൊണ്ടാണ്. ഈശോ ആണെന്ന് പറഞ്ഞാൽ, സ്വന്തം പുത്രനാണെന്ന് പറഞ്ഞാലും അപ്പ പറയും ഈശോ ടെസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയും. ജ്ഞാനസ്നാനപ്പെട്ടൊക്കെ ഞാൻ സമ്മതിച്ചു, ഞാൻ എൻ്റെ പ്രിയപുത്രനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കഥയൊന്നുമില്ല, ടെസ്റ്റാണെന്ന് പറയും. പിടിയിട്ടില്ലേ? ജ്ഞാനസ്നാനപ്പെട്ടപ്പോൾ ഈശോ പറഞ്ഞില്ലേ ഇവരെൻ്റെ പ്രിയപുത്രനാണ്. പക്ഷെ അത് കഴിഞ്ഞാണ് ജ്ഞാനസ്നാനം തന്നെ പെടുത്തിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ ഞാൻ അയച്ചിട്ടുണ്ട്, ഞാൻ തന്നെ 5% ആയിട്ട് നീ എൻ്റെ പ്രിയപുത്രനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റാണ്. അതിന് ഒരാളിപ്പം അങ്ങോട്ട് വരും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അയാൾ പറയുന്നതിനൊക്കെ മര്യാദക്ക് ഞാൻ അവിടെ നിന്നെ സഹായിക്കത്തില്ല, ഐ വിൽ നോട്ട് ഹെൽപ്പ് യു. അത് യുവർസെൽഫ് മസ്റ്റ് കൺഫ്രണ്ട് ഇറ്റ്. നീ തന്നെ അതിന് മറുപടി പറയണം. അപ്പം നമ്മൾ തന്നെ മറുപടി പറയേണ്ട കുറച്ച് കാര്യങ്ങൾ കർത്താവ് കൊണ്ടുവരും. ഈശോ തന്നെ മറുപടി പറഞ്ഞത്, കല്ലുകളോട് അപ്പമാകാൻ പറഞ്ഞപ്പോൾ നീക്ക് വിശക്കണില്ല, നിന്നെ ഇങ്ങനെ കോലം കെട്ട് കഴിഞ്ഞാൽ, പട്ടിണി നിന്ന് കോലം കെട്ട് കഴിഞ്ഞാൽ നിൻ്റെ അപ്പനെ സഹിക്കുക, നീ കുരിശിൽ കയറണമെങ്കിൽ തന്നെ നിനക്ക് ശരീരം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് പിശാച് അവനെ ശരിക്കും അങ്ങോട്ട് സുഖിപ്പിക്കും. അപ്പോഴേ കർത്താവ് പറയും, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്. ആ ടെസ്റ്റാണ്. പക്ഷേ കർത്താവിൻ്റെ വചനം, ആ വചനം വെച്ച് തന്നെയാണ് അയാളെ കൺഫ്രണ്ട് ചെയ്യണത്. ഇതുപോലെ വരുമ്പോൾ നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അവിശ്വാസത്തിൻ്റെ പത കളയാൻ വേണ്ടി ദൈവം ചില പ്രോജക്റ്റുകൾ, ടെസ്റ്റുകൾ അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. ഇല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം
അത് ഒഴിവാക്കിക്കൊണ്ടൊരു വിശ്വാസ ജീവിതം സാധ്യമല്ല. അത് അച്ഛനായാലും പോപ്പായാലും. ഇപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പയുടെ അപ്പനെയും അമ്മനെയും വിശുദ്ധരായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം എൻ്റെ മനസ്സിലൊക്കെ മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ ജോൺ പോൾ മാർപ്പാപ്പയാണ്. വേറെ ആരെയും ഞാനങ്ങനെ ജോൺ പോളിൻ്റെ റാങ്കിലേക്ക് ആരെയും ഞാൻ കൊണ്ടുവരത്തില്ല. കാര്യം വല്ലാത്ത രീതിയിൽ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു വലിയൊരു പ്രതിഭാസമാണ് ജോൺ പോൾ മാർപ്പാപ്പ. അപ്പോൾ ആ ജോൺ പോൾ മാർപ്പാപ്പ എത്ര ടെസ്റ്റാണ് വന്നത്. ആദ്യം വെടികൊണ്ട്, അപ്പോഴൊക്കെ എനിക്കിട്ട് വെടികൊണ്ട പോലെ എനിക്ക് അന്ന് തോന്നിയത്. കാര്യം ഞാൻ ഈ മനുഷ്യനെ അടുത്ത് നിന്ന് മാനസികമായിട്ട് ഫോളോ ചെയ്താണ് പോണത് ആ 81 കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഞാൻ പഠിക്കുകയാണ്, തിയോളജിയോ മറ്റേ പഠിക്കണ കാലമാണ്, ഫസ്റ്റ് ഇയർ പറ്റിയാണ്. അപ്പോൾ അതായത് ആ ദിവസം ഞാൻ സംസാരിച്ചിട്ട് കൂടിയില്ല മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റ ദിവസം. അപ്പോൾ മാർപ്പാപ്പ സുഖപ്പെട്ട് തിരിച്ചു വരാൻ വേണ്ടി എല്ലാ നിമിഷങ്ങളിലും പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിരിച്ചു വന്നു. ഒരു മുഴത്തോളം കുടൽ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. ആ വെടികൊണ്ട് കൊണ്ട് ഫാത്തിമായാലും മാതാവിൻ്റെ കിരീടത്തെ കൊണ്ട് വെച്ചു. പിന്നെയും ജീവിതം തുടങ്ങും പോപ്പ്. അപ്ഗ്രേഡ് ചെയ്ത് ആ കിട്ടിയ ടെൻഷൻ അതുടനെ ആ കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വലിയ അടുത്ത യുദ്ധത്തിന് വേണ്ടി ആൾ റെഡിയായി. ഒരു പക്ഷേ ആളെ അടുത്ത യുദ്ധത്തിന് വേണ്ടി റെഡിയാക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഒരു പരീക്ഷ കൊടുത്തത്. ആ പരീക്ഷയുടെ അവസാനം കഴിഞ്ഞിട്ട് എത്ര രാജ്യങ്ങൾ അദ്ദേഹം പോയി സമാധാനത്തിൻ്റെ സുവിശേഷവുമായി തിരിച്ചു. അതിനുശേഷമാണ് ആ വെടി കൊണ്ടതിന് ശേഷം ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ ഞാനും പോപ്പും തമ്മിൽ പരിശുദ്ധ പിതാവിനെ പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു 10 മീറ്റർ അകലമേ ഉള്ളൂ. അത്രയും ഞാൻ അവിടെ പോയി ഈ ജനക്കൂട്ടത്തിൻ്റെ ഇട്ടൊക്കെ നിൽക്കുകയാണ് കളമശ്ശേരി. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ പാപ്പ ഹെലികോപ്റ്റർ വന്ന് ഈ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉള്ളിലാണ് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങണത്. ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഈ പേപ്പർ വെഹിക്കിളിൽ കൈവീശിക്കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കരമായൊരു അഭിഷേകമാണ് ഇതൊക്കെ. നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ മറക്കാത്തൊരു അഭിഷേകമാണ്. അതുകൊണ്ട് അങ്ങനെ സത്യസന്ധമായ ചില ദൈവികമായ അനുഭവങ്ങളുള്ള കാരണമാണ് ബാക്കിയൊന്നും അംഗീകരിക്കാൻ പറ്റാത്തതിന്. അതെന്താ പ്രശ്നം വെച്ചാൽ, എന്നിട്ട് കളമശ്ശേരി കുർബാനപീഠത്തിലോട്ട് കയറണത് ഒരു 10-20 സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിലിങ്ങനെ അംശവടി കുത്തിക്കൊണ്ട് ഇങ്ങനെ പിടിച്ചില് പോലെയാണ് ആൾ കയറിപ്പോണത്. ആൾക്കാരാണെങ്കിൽ കൈയെട്ടിച്ച് ഭയങ്കര പരുവായിപ്പോയി അവിടെ. ആ ഒരു ഭയങ്കര. അപ്പോൾ ഞാനോട് ഈ വെടികൊണ്ട ആളാണ് ഇങ്ങനെ പോണത്. അപ്പോഴെന്താണ് അത് കടന്നു പോവുകയാണ്. അത് കർത്താവിലായിരിക്കുന്നവരെപ്പോഴും പുതിയ സൃഷ്ടി ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പുതിയ സൃഷ്ടി ആയിക്കൊണ്ടിരിക്കാൻ വേണ്ടി എന്താണ്, കർത്താവിലായിരിക്കാൻ വേണ്ടിയാണ്. Take the word of God. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. 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 2 കൊരിന്തോസ് 5:17. 2 കൊരിന്തോസ് 5:17. ക്രിസ്തുവിലായിരിക്കുന്നവൻ, ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പഴയത് കടന്നു പോവുകയും പുതിയത് വരികയും ചെയ്യുന്ന ട്രാൻസിഷൻ പീരീഡില്ലേ, അവിടെയാണ് ഇതുപോലെ ട്രബിൾസ് സംഭവിക്കുന്നത്. യു ഗോട്ട് എ പോയിന്റ്. നമുക്ക് എന്തെങ്കിലും ട്രാൻസിഷൻ അതായത് പഴയത് കടന്നു പോവുകയും പുതിയത് വരും. പഴയ വിശ്വാസം കടന്നു പോയിട്ട് പുതിയ വിശ്വാസം വരും, ശക്തമായ വിശ്വാസം. പഴയ ദൈവസ്നേഹം കടന്നു പോയിട്ട് പുതിയ ദൈവസ്നേഹം വരും. പഴയ ദൈവ പ്രത്യാശ കടന്നു പോയിട്ട് പുതിയ പ്രത്യാശ വരും. അപ്പോൾ പഴയത് കടന്നു പോവുകയും പുതിയത് കടന്നു വരികയും ചെയ്യും. അതിനാണ് ഈ ട്രബിൾസ് വരുന്നതിൻ്റെ കാരണം. ഈ ട്രബിൾസിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് സുവിശേഷവിഹിതമായ പ്രത്യാശയോടെ, സ്നേഹത്തോടെ, അതുപോലെ തന്നെ വിശ്വാസത്തോടെയാണ്. അപ്പോൾ എന്തിനാണ് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന് വെച്ചാൽ അവൻ്റെ വിശ്വാസം ഓരോ സമയത്തും പുതുതായിട്ട് കൊണ്ടിരിക്കും, അവൻ്റെ ദൈവസ്നേഹം പുതുതായിക്കൊണ്ടിരിക്കും, അവൻ്റെ പ്രത്യാശ പുതുതായിക്കൊണ്ടിരിക്കും. ഈ പുതിയത് എന്ന് പറയണത് ശരിക്കും ക്രിസ്തുവിൽ നിങ്ങളായിരിക്കുന്നതിൻ്റെ അടയാളവും അതിൻ്റെ പിന്നാമ്പുറം എന്ന് പറയണത് ഇതുപോലെയുള്ള വ്യഥകൾ അതിജീവിക്കാനുള്ള ഒരു അവസ്ഥയുമാണ്. എപ്പോഴെങ്കിലും ഒരു വ്യഥ വരുമ്പോൾ ഓർക്കുക, നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കാനും ക്രിസ്തുവിലായിരിക്കാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കൈയിടിച്ച് കർത്താവിനെ എൻ്റെ മക്കളെ, ദൈവം ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ
നിങ്ങളുടെ ക്രൊണോളജിക്കൽ ഇയറിനെ അപ്ഡേഷൻ വന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ ഫെയ്ത്ത് ഇയർ വളരണം. അതുകൊണ്ടാണ് ഈ ടെൻഷൻ വരുന്നതിൻ്റെ കാരണം. ക്രൊണോളജിക്കൽ ഇയർ എന്ന് പറയുന്നത് എന്താ? ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജന്മനാ ഉള്ള വയസ്സ്, ഇപ്പോൾ ഉള്ള വയസ്സ്, അതാണ് നിങ്ങളുടെ ക്രൊണോളജിക്കൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഹെവി ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഫെയ്ത്ത് ഇയർ ക്രൊണോളജിക്കൽ ഇയറിന് ഒപ്പമെങ്കിലും ആയിരിക്കണം, കുറഞ്ഞ പക്ഷം. എന്നുവെച്ചാൽ ഫെയ്ത്ത് ഇയർ ഇപ്പം നമ്മുടെയൊക്കെ ഫെയ്ത്ത് ഇയർ നോക്കി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമുക്ക് കാറ്റഗിസം പഠിക്കുന്ന കാലത്ത് കിട്ടിയ ഫെയ്ത്ത് ആയിരിക്കും ഇപ്പോഴും ആൾക്കാർ സൂക്ഷിക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ വയസ്സ് 40, നിങ്ങളുടെ വിശ്വാസത്തിന് ചിലപ്പോൾ 14 വയസ്സേ ഉണ്ടാകത്തുള്ളൂ. ദാറ്റ് മീൻസ് നിങ്ങളുടെ വണ്ടിയുടെ പുറകിലാണ് നിങ്ങളെ കുതിരയെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ വിശ്വാസം കൊണ്ട് വലിക്കത്തില്ല ജീവിതം. പറഞ്ഞാൽ മനസ്സിലായാ? വിശ്വാസം ഇപ്പോൾ വണ്ടിയുടെ മുമ്പിൽ കെട്ടണ്ടേ? വണ്ടിയുടെ മുമ്പിലല്ല കുതിരയെ കെട്ടേണ്ടത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തെ വരച്ചുകൊണ്ട് പോകണമെങ്കിൽ, വിശ്വാസം വരച്ചുകൊണ്ട് പോകണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിനേക്കാളും ഫെയ്ത്ത് ഇയർ നമ്മുടെ വയസ്സിനേക്കാൾ കൂടുതലായിരിക്കണം. ഈ വയസ്സിനേക്കാൾ കൂടുതൽ വയസ്സുണ്ടാകാൻ വേണ്ടി, വിശ്വാസ വയസ്സെന്ന് പറയുന്നത് ഈ ശാരീരികമായ വയസ്സ് പോലെ ഒരു സംഭവമാണ്. അപ്പോൾ വിശ്വാസ വയസ്സിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വിശ്വാസ വയസ്സ് നിങ്ങൾക്ക് 24 വയസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസ വയസ്സ് ഒരു 30 ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നത്. പ്രോബ്ലം വരണതല്ല, ഈ പ്രോബ്ലത്തെ നമ്മൾ കൈകാര്യം നമ്മളെ ഈശോ കയറിയപ്പോൾ തന്നെ എന്താ പറഞ്ഞത്? വ്യഥകൾ എന്നല്ലേ പറഞ്ഞത്? ട്രബിൾസ് അല്ലേ? നിങ്ങളെ ശല്യപ്പെടുത്തുന്ന വ്യഥകൾ. അതിനൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്? അനക്കയുടെ പ്രശ്നം എന്താ? അനക്കയുടെ പ്രശ്നത്തിലാണല്ലോ പിന്നെ നമ്മുടെ ബൈഫൊക്കേറ്റ് ചെയ്ത് പോയത്. അതായത് അനക്കയുടെ പ്രശ്നം, അനക്കയ്ക്ക് ഇപ്പോൾ കല്യാണമൊക്കെ കാലമായി, പക്ഷേ അപ്പൻ മരിച്ചുപോയി. അനക്കയുടെ അപ്പൻ പക്ഷേ ഗുണ്ടാത്തല എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയി. പക്ഷേ ഇവർ അമ്മയുടെ വീട്ടിലുമായിപ്പോയി. പക്ഷേ ഇപ്പോഴെന്നാ പറ്റിയിരിക്കണേ? അപ്പൻ്റെ ഓഹരി ഉണ്ടല്ലോ, അപ്പൻ്റെ ഓഹരി ഇവർക്ക് കിട്ടണില്ല, കിട്ടത്തില്ല. കാരണം അവർ നേരത്തെ ഇട്ടും പോകുന്നില്ലേ, നിവർത്തിയില്ലാതെ പോകുന്നതാണ്. പക്ഷേ എന്നാലും നമുക്ക് അവകാശം പോകത്തില്ലല്ലോ. പക്ഷേ അവകാശം ആർക്കും തരണ്ടേ? ഇപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർക്ക് ഇടയിലൊന്നുമില്ല. അപ്പോൾ ഇവളാണെങ്കിൽ കുഞ്ഞുനാളിൽ 3 വയസ്സിൽ പോകുന്നതല്ലേ, ഇപ്പോൾ അവർക്ക് 10, 20, 25 വയസ്സായി. തിരിച്ച് അവർക്ക് കണക്ഷൻസും ഇല്ല. അപ്പോൾ എങ്ങനെ ഈ സ്ഥലം കിട്ടും? എങ്ങനെ ചോദിക്കും? അങ്ങനെ ചോദിക്കാനുള്ള അവിടെ നിന്നിരുന്നെങ്കിൽ മെറിറ്റുണ്ടായേനും. മെറിറ്റാണല്ലോ നമ്മുടെ വിഷയം ഇല്ലേ? അവരവിടെ താമസിച്ചിരുന്നെങ്കിൽ അയാൾ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് അതിൻ്റെ ഉള്ള അവകാശം മെറിറ്റുണ്ടാവും. ഇപ്പം ഇവൾക്ക് എന്താ ഉള്ളത്? മെറിറ്റില്ല. കാര്യം കുഞ്ഞുനാൾ തന്നെ അവിടെ നിന്ന് പോകുന്നതാണ്. അവൾ പറയുന്നുണ്ട്, അപ്പം മരിച്ചിട്ട് എനിക്ക് ദുഃഖമൊന്നും തോന്നിയില്ലെന്ന്. എന്താ കാര്യം? 3 വയസ്സിൽ പോകുന്നതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, ഈ ബന്ധങ്ങളെന്നൊക്കെ പറഞ്ഞാലും എപ്പോഴും നമ്മൾ വരണത് ആ ബന്ധങ്ങൾ ഇങ്ങനെ സാങ്കേതിക ബന്ധങ്ങളില്ലല്ലോ. എന്തുമാത്രം ആന്തരികമായ അടുപ്പമുണ്ട് ആ ബന്ധത്തിലല്ലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവൾക്ക് അപ്പൻ്റെ അവകാശത്തിൽ ഇവർക്ക് ഓഹരിയിൽ അവകാശമുള്ളതാണ്. പക്ഷെ പോകാനോ വാങ്ങിക്കാനോ തരാനോ കിട്ടാനോ യാതൊരു മാർഗ്ഗമില്ല, മെറിറ്റില്ല. അപ്പോൾ ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉടമ്പടി 4 കാര്യങ്ങളാണ് ഉടമ്പടിയിലുള്ളത്. ഒന്ന്, നോട്ട് ബൈ മെറിറ്റഡ് വർക്ക് ചെയ്യും. അത് ബൈബിളിൻ്റെ ആദ്യകാലം മുതലുള്ള സ്ഥാപന സൊല്യൂഷൻസിലൊന്നാണ് നോട്ട് ബൈ മെറിറ്റ്. എല്ലാ മനുഷ്യന്മാർക്കും മെറിറ്റില്ലാത്ത ഒരവസ്ഥ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരും. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യന്മാർക്കും സ്വന്തം യോഗ്യതയല്ലാതെ യോഗ്യതയെ അവലംബപ്പെടുത്തി അല്ലാതെ അതിജീവിക്കേണ്ട ഒരു അത്യാഹിതത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ബൈബിൾ അവിടെയാണ് അഡ്രസ്സ് ചെയ്യണത്. ഞാൻ ഒന്നുകൂടി പറയാം, എല്ലാ മനുഷ്യന്മാർക്കും സ്വന്തം യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്താതെ തന്നെ അതിജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അവിടെ വർക്കൗട്ട് ചെയ്യണതാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി വർക്ക് ചെയ്യണത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ്. ഇപ്പം എല്ലാവരും അങ്ങനെ ആൾക്കാർ ഇപ്പോൾ സാക്ഷ്യം പറയാൻ വരുന്നവരെല്ലാം ആ വാക്ക് പഠിച്ചിട്ട് തന്നെയാണ് വരണത്. അവർ പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ അത് കോട്ട് ചെയ്ത് അവർ സംസാരിക്കണത്. വെച്ചാൽ നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന് പറയും. അപ്പം അതേസമയം തന്നെ ഈ ഒരു വിഷയത്തിൽ കൃപ ഉണ്ടാകാൻ എന്താ മാർഗം?
അവരൊക്കെ അങ്ങോട്ട് ചെല്ലാൻ പറ്റണില്ല. അപ്പം മരിച്ചപ്പോൾ തന്നെ ഒരു പ്രാവശ്യം പോയതെന്നല്ല, പിന്നെ പോയില്ല. ചോദിക്കാനുള്ള അവസ്ഥയില്ല, കിട്ടാനുള്ള അവസ്ഥയുമില്ല, ഒരവസ്ഥയുമില്ല. ഇവളെന്താ ചെയ്യണത്? ഇവിടെ ഒരു ദിവസം ധൈര്യമായിട്ട് ഉടമ്പടി ഉപ്പ് എടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ പോകും. അവിടെ വീട്ടിൽ പോയിട്ട് ഇവിടെ എന്താ ചെയ്യണത്? അവരാരും അറിയാതെ ചെയ്യുന്നൊരു സംഭവമാണ്. എന്താ ചെയ്യണത്? അപ്പൻ്റെ ഓഹരിയിൽ, നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ഓഹരിയിൽ ഇവൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് അവിടെ നിക്ഷേപിച്ചിട്ട് പോരും. വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് നിക്ഷേപിച്ചിട്ട് പോരും. ഓക്കെ, അവർ ഒരു നോൺ ക്രിസ്ത്യനാണ്. എന്താണ് ഈ നോൺ ക്രിസ്ത്യൻസ്? ചിലർ ഈ വെട്ടിക്കെട്ടായിട്ടുള്ള രീതിയിൽ ഈ വിഷയത്തിൻ്റെ മേൽ അവർക്ക് അവകാശം കിട്ടാൻ കാര്യം ഇതുപോലെയുള്ള ചില നടപടിക്രമങ്ങളാണ്. അവളെ വിശ്വാസപ്രമാണം ചൊല്ലി അവിടെ ഉപ്പ് നിക്ഷേപിച്ചിട്ട് അവർ വീട്ടിൽ പോരും. ഒരു 72 മണിക്കൂർ ഈ വിഷയത്തെക്കുറിച്ച് അവർ സംസാരിക്കുകയോ അവിടെ ഇരുന്ന് കാര്യങ്ങൾ ചോദിക്കുകയോ ഒന്നുമില്ല. അവർ ആ സ്നേഹമുറക്ക മകളെന്ന രീതിയിൽ ഇവിടെ പോയി എല്ലാവരെയും കണ്ട് ആ വിശ്വാസപ്രമാണം ചൊല്ലി ആ ഉപ്പും ആ അപ്പൻ്റെ അവകാശത്തിൽ കൊണ്ട് നിക്ഷേപിച്ച്. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 72 മണിക്കൂറിനുള്ളിൽ അനഘയെ ആ വീട്ടുകാർ വിളിക്കും. അവർ പറയണത് എന്താണ്? നിൻ്റെ ഓഹരി നീ വിൽക്കുക, ഞങ്ങൾക്കാർക്കും ഒരു ഒബ്ജക്ഷനും ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് വിഷയം. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യം വളരെ സിമ്പിളായിട്ട് നടക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട്. എന്താ ഇവർ ചെയ്തത്? ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നോട്ട് ബൈ മെറിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ യോഗ്യതയാലല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാവും? പിന്നെ കൃപ കൊണ്ടാണ് ആകാൻ സാധ്യതയുള്ളത്, അല്ലേ? ഇപ്പം കൃപ കൊണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉടമ്പടി ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ബേസിലാണ് ഇതെല്ലാം ചെയ്യണത്. പിന്നെ എന്താണ്? വിശ്വസ്ത പ്രമാണം, സ്വർഗസ്ഥനായ പിതാവും എന്ന് പറഞ്ഞ് പറയുകയും ചൊല്ലും. പിന്നത്തെ സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞ പറയുക എന്താണ്? പ്രെയർ ഫോമാണ്, പ്രാർത്ഥനാ രൂപങ്ങളാണ്. അതെല്ലാം വേർഡ് ഓഫ് ഗോഡാണ്. അതിലെല്ലാം വേർഡ് ഓഫ് ഗോഡുണ്ട്. കർത്താവിൻ്റെ വചനങ്ങളുണ്ട്. സ്വർഗസ്ഥനായ പിതാവിൽ 6 വചനങ്ങളുണ്ട്, ദൈവവചനങ്ങളുണ്ട്. നന്മ നിറഞ്ഞ മറിയത്തിൽ 5 വചനങ്ങളുണ്ട്, ദൈവവചനങ്ങൾ. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് അതുകൊണ്ടാണ് ദൈവവചനം തന്നെയാണ് പ്രാർത്ഥിക്കണത്, അല്ലാതെ നമ്മുടെ അവിടെ മനുഷ്യൻ്റെ വചനങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ അവസാനമാണ് പ്രാർത്ഥിക്കുന്നത്. ആദ്യം നമ്മളിപ്പോൾ ചെയ്യണത് എന്താണ്? നമ്മൾ ചെയ്യണത് വിശ്വാസ പ്രമാണമാണ്. വിശ്വാസ പ്രമാണത്തിലാണ് മെറിറ്റ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യണത്. അത് പ്രാർത്ഥനയല്ല. ഇത് തമ്മിൽ നമ്മൾ അറിയണം. വിശ്വാസ പ്രമാണം ഒരു പ്രാർത്ഥനയല്ല. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. നിൻ്റെ കഴിവ്, നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. പക്ഷേ കൃപ ടാപ്പ് ചെയ്യുന്നതും കൃപയെ ആർജിക്കുന്നതും പ്രാർത്ഥന കൊണ്ടല്ല. പ്രാർത്ഥന കൊണ്ട് നടക്കുന്നത് ബ്ലെസ്സിങ്സാണ്, കൃപയല്ല. തമ്മിൽ തിരിച്ചറിയണം. പ്രാർത്ഥന കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, അല്ലേ? അതെന്താണ്? പ്രാർത്ഥനയല്ലേ? അതിലെന്താണ് നമുക്ക് ജോലി കിട്ടണത്? അത് ബ്ലെസ്സിങ്സാണ്. അനുഗ്രഹം. എന്ന് വെച്ചാൽ ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതികമായ ആനുകൂല്യങ്ങളാണ് അനുഗ്രഹങ്ങളെന്ന് പറയണത്. അത് കൃപയല്ല, കൃപയുടെ ഇഫക്റ്റാണ്. എപ്പോഴും പറയും. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യണത് പ്രെയറാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ് പറയുമ്പോൾ സ്വസ്തി പ്രാർത്ഥിക്കുമ്പോൾ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും, അല്ലേ? ഇപ്പോഴെന്ന് പറയണത് ഇപ്പോഴീ വർത്തമാനകാലത്തും പിന്നെ മരണസമയം, കർത്താവിൻ്റെ മരണസമയത്ത് അമ്മയാണ് ചങ്കുറപ്പോടുകൂടെ കൂടെ നിന്നത്. അതുകൊണ്ട് നമ്മുടെ അത്യാഹിത ഘട്ടങ്ങളിൽ അമ്മ നമ്മളെ കൂടെ നിൽക്കണമെന്നാണ് പറയണത്. ക്ലിയർ അല്ലേ? കർത്താവിൻ്റെ മരണസമയത്ത് അമ്മയാണ് ചങ്കുറപ്പോട് കൂടി. വേറെ ചേർത്തിമാരൊക്കെ ഉണ്ടായിരുന്നേ, അത് അമ്മ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഓട്ടോറിക്ഷ പിടിച്ച് പോയേനോ. വേറെ ചേർത്തിമാരോട് ഉണ്ടായിരുന്നു, 4 പേരുണ്ടായിരുന്നു. അത് അമ്മ നിൽക്കുന്നത് കൊണ്ടാണ് അവർ നിൽക്കുന്നത്. അമ്മയുടെ ഒരു രീതി വെച്ചാൽ നിൽക്കുകയും ചെയ്യും, മറ്റുള്ളവരെ നിർത്തുകയും ചെയ്യും. അപ്പം അങ്ങനെ നിന്നത് കൊണ്ട് സഭ പ്രാർത്ഥിക്കുന്ന അമ്മയെ, ഈശോൻ്റെ മരണസമയത്ത് പോലും അമ്മയാണ് ചങ്കുറപ്പോടെ മുട്ടുവിറക്കാതെ അവിടെ നിന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സങ്കടകാലത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഈശോ പറഞ്ഞിട്ടുണ്ട്. അത് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞില്ലേ? ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ സങ്കടകാലങ്ങളിലും അമ്മ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി അമ്മയെ ഈശോ ചാർജ് ചെയ്തിരിക്കുകയാണ്. എത്ര പേരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം ആരുടെയാണ്?
ആൻസി തൃശ്ശൂർ, പുതുക്കാട് തൃശ്ശൂരുള്ള ആൻസിയുടെ സാക്ഷ്യത. ആൻസിയുടെ ബ്രസ്റ്റ് വെറുതെ ഇങ്ങനെ വളർന്ന് തന്നെ വീർത്തിട്ടേ പഴുപ്പടിച്ച്. അപ്പോൾ ഇവളാണെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകാതിരിക്കുകയും കാര്യം ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ 2 പുസ്തകം എടുത്ത് അരിഞ്ഞ് കളയണ്ടേ. അപ്പോൾ അവൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. അപ്പോഴവൾ ചെറുപ്പക്കാരത്തിയാണ്. അപ്പം അതുകൊണ്ട് അവൾക്ക് ഭയങ്കരമായ സംഘർഷമാണ്, വല്ലാത്ത സംഘർഷം. അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് ഈ രോഗം എന്താണെന്ന് ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഇതിന് മെഡിസിൻ ഇല്ല, ട്രീറ്റ്മെൻറ്റും ഇല്ലെന്ന് പറയുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റും ഇല്ല, മെഡിസിനും ഇല്ലെന്ന് പറയും. അപ്പം മെഡിസിനും ട്രീറ്റ്മെൻറ്റും ഇല്ലാത്ത രോഗങ്ങൾ ഈ ലോകത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. ദാറ്റ് മീൻസ് മെഡിസിൻ ഇല്ല, ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ മെറിറ്റ് ഇല്ലെന്നാണ് നമ്മുടെ ഉടമ്പടി ഭാഷ പറയണത്. മനസ്സിലായേ? നോട്ട് ബൈ മെറിറ്റ് എന്നാണ്. അപ്പം പിന്നെന്താ വർക്ക് ചെയ്യണത്? ഗ്രേസാണ് വർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസി ഇവിടെ വന്ന് അമ്മയാണ് ഉടമ്പടി എടുത്തത്. അവളുടെ ഉടമ്പടി എടുത്തതിൽ ഇപ്പോൾ വർക്ക് ചെയ്ത് പോകണം. ഇവക്ക് ഉടമ്പടിയോട് യാതൊരു ബന്ധവുമില്ല. അമ്മ ഉടമ്പടി എടുത്ത് വേറെ പല കാര്യങ്ങൾക്കാണ് ഉടമ്പടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇവളുടെ ബ്രസ്റ്റ് ഇങ്ങനെ വീർക്കാൻ തുടങ്ങിയത്. വീർത്ത് വല്ലാത്ത രീതിയിലായി. അവൾ പറഞ്ഞത് ഡിസ്ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അവസാനം ഇതിന് മരുന്നുമില്ലെന്ന് കേട്ടപ്പോൾ അതിനേക്കാൾ ഭയങ്കര സങ്കടം. പഴുപ്പ് കയറി മുഴുവൻ പഴുപ്പാണ് ഈ പ്രശ്നം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അവളുടെ അമ്മയുടെ ഉടമ്പടിയിൽ അവൾ ചീട്ട് വാങ്ങിച്ച് അമ്മയും മകളും കൂടി വന്നു. അപ്പം ഞാനെന്താ ചെയ്യണത്? ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊരു വിധ. അപ്പോൾ അവൾ പറഞ്ഞ് മരുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് മൈൻഡ് ചെയ്യണില്ല. എന്താ കാര്യം? നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റിലാണ്, അല്ലേ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് കർത്താവിൻ്റെ നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ പിന്നെ മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ കൃപയല്ല വർക്ക് ചെയ്യത്തുള്ളൂ, അത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ ഇതൊരു പ്രശ്നമില്ല. സൈത്ത് കൈ കൊടുത്ത് ഞാൻ അവൾക്ക് വേണ്ടി ഒരു പ്രേയർ അവളുടെ ശിരസ് കൈവച്ച് പ്രാർത്ഥിച്ച് പറയും. അവൾ ബാത്റൂമിൽ പോയിട്ട് തന്നെത്താനൊരു കുരിശ് വരച്ചേക്കാൻ പറയും. അവളെ സൈത്ത് കൊണ്ട് ബ്രസ്റ്റിൽ ഇങ്ങനെ വീർത്ത ബ്രസ്റ്റിൽ വിങ്ങിയ ബ്രസ്റ്റിൽ ഒരു കുരിശ് വരക്കും. അങ്ങനെ കുരിശ് വരച്ചുകൊണ്ടിരിക്കുന്ന ആ സെക്കൻഡ് ടൈമിൽ ബ്രസ്റ്റ് പൊട്ടും. അത് ഞാൻ സാക്ഷ്യം കേൾക്കണം കേട്ടോ. എന്നുവെച്ചാൽ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതായത് ബ്രസ്റ്റ് പൊട്ടി പഴുപ്പെല്ലാം പോയി. പിന്നെ 2 ബ്രസ്റ്റും പിന്നെ ഓക്കെ ആയി. പിന്നെ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ പെർഫെക്റ്റ് ഓക്കെയാണ്, പഴയതുപോലെയായി എങ്ങനെയായിരുന്നു ആദ്യത്തെ അതുപോലെയായി. അപ്പോൾ ഇതൊക്കെ എല്ലാം ഇത് നോട്ട് ബൈ മെറിറ്റ് ആയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ബട്ട് ബൈ ഗ്രേസ്. ആ ആൻസി എന്താണ് ചെയ്തത്? അവിടെ സൈത്ത് എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കുരിശിടുന്നത്. അവിടെയാണ് വിഷയം. വിശ്വാസ പ്രമാണം എന്താണ്? ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, ആകാശത്തിൻ്റെയും ഭൂമിയുടെ സൃഷ്ടാവും അവിടുത്തെ ഏകപുത്രനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധ ഗർഭസ്ഥനായി കന്യാവൃന്നി പിറന്ന് പൊന്തിയോസ് പിലാത്തോസ്. അപ്പം പിന്നെ ചരിത്രപരമായ രീതിയിൽ എങ്ങനെയാണ് വചനം മാംസമായതെന്നും എങ്ങനെയാണ് പാപത്തിന് പരിഹാരം ചെയ്തതെന്നും എങ്ങനെയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റതെന്നും ഈശോ ഇനി വീണ്ടും വരുന്നതിനെക്കുറിച്ചും എല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങളെ ഇങ്ങനെ ആഘോഷമായിട്ട് പ്രഖ്യാപിക്കും. എന്തിനാണ്? മെറിറ്റിന് പകരം ചെയ്യണത്. ഗ്രേസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ചെയ്യണതാണ്. എന്താ കാര്യം വെച്ചാൽ ഗ്രേസ്. അപ്പോൾ നിങ്ങളൊക്കെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എങ്ങനെ ഗ്രേസ് വരുന്നത്? അതായത് വിശ്വാസ പ്രമാണം ഗ്രേസിൻ്റെ ഒരു ഫോർമുലയാണ്. ഗ്രേസ് ദൈവത്തിൻ്റെ പ്രസാദത്തിനാണ് ഗ്രേസ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും ശക്തിയായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത്. ശക്തിയുടെ ഇഫക്റ്റാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പവർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വേണ്ടത് അനുഗ്രഹമല്ല വേണ്ടത്, പവർ തന്നെ വേണ്ടത്. അതിനാണ് നമ്മൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സ് ഡൗൺ ആയാൽ അപ്പോൾ വിശ്വാസ പ്രമാണമാണ് ചെല്ലേണ്ടത്. പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സ് ഡൗൺ ആയി കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് പവർ നഷ്ടപ്പെടുന്ന ഡീപ്പ് പവറായിപ്പോയി. നിങ്ങൾ ഡീപ്പ് പവറായി കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വാസ പ്രമാണം ചെല്ലണം. ഈ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അറിഞ്ഞ് ചെല്ലണം. എന്താ കാര്യം? യേശു കർത്താവാണ് എന്നാണ് പറയണത്. ഇപ്പോൾ വൈദ്യശാസ്ത്രന്മാർ മെഡിസിൻ ഇല്ല എന്ന് പറഞ്ഞ് മെഡിസിൻ ഇല്ല, ട്രീറ്റ്മെൻറ്റും ഇല്ല എന്ന് പറയുമ്പോൾ വൈദ്യശാസ്ത്രം അതാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വൈദ്യശാസ്ത്രമല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. വിശ്വസിക്കുന്നവരെ ഇപ്പം
ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന. അപ്പോൾ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കണം? നമ്മുടെ എല്ലാ ഉടമ്പടിയിലുള്ള എല്ലാ ചെയ്വനകളും ചെയ്ത്ത് നമ്മൾ ഓരോ ചെല്ലുകയല്ലല്ലേ, ചെയ്യുകയല്ലേ ചെയ്യണത്. ഈ ചെയ്യണതെല്ലാം വിശ്വാസ പ്രഖ്യാപനമാണ്. അതാണ് ഗ്രേസ് കിട്ടാൻ കാര്യം. അതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ രോഗികളെ കാണുന്നു, അവർക്ക് ആഹാരം കൊടുക്കുന്നു. ഇപ്പം നമ്മൾ തുടങ്ങി, ഇപ്പോൾ ഒരു ആംബുലൻസ് വാങ്ങിച്ചിട്ട് നമ്മളിപ്പോൾ രോഗികൾക്ക് കൊണ്ടുപോയി വസ്ത്രം കൊടുക്കുകയാണ്. ഇപ്പോൾ രോഗികൾക്ക് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ടതാണ്. കാര്യം അനർഹരായിട്ടുള്ള ആൾക്കാർ അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മളത് കൊണ്ടുപോയി നമ്മൾ ഓരോ വില്ലേജിലാണ് നമ്മൾ പോണത്. ഇപ്പോൾ ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ വരുന്ന ആൾക്കാർ അനർഹരായിട്ടുള്ളവരാണ്. അവർ അർഹരാണോ അനർഹരാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മളതിന് സിസ്റ്റം മാറ്റാൻ പോയി. പക്ഷേ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ആതുരാലയങ്ങളും അനാഥാലയങ്ങളും ഉള്ളവർക്ക് അവർക്കിവിടെ വന്ന് നമ്മുടെ കളക്ഷൻ നോക്കാം. അവർക്ക് ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട് അവർക്ക് ഞങ്ങളവിടെ ഇപ്പോൾ ആതുരാലയം പോയി കണ്ട് പരിശോധിച്ചിട്ട് അവർക്ക് ഓരോ വ്യക്തികൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറ്റിയ സംവിധാനമാണ്. അതിപ്പോൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഞങ്ങൾ ആംബുലൻസെ കൊണ്ടുവന്ന് എത്തിച്ചു തരും. അതെന്ത് സംബന്ധിച്ച് ഇതുപോലെ നിങ്ങൾ ചെയ്യണ പോലെ പാരലായിട്ട് കൃപാസനത്തിലും ഈ മിഷൻ ചെയ്യാൻ ഈ മിഷൻ ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചാണ് ചെയ്യണത്. അത് ഈ ജപമാല എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ ജപമാല ഇതെല്ലാം ഉണ്ട്. വിശ്വാസപ്രമാണമുണ്ട്, സ്വർഗസ്ഥനായ പിതാവുണ്ട്, നന്മറിഞ്ഞവരെയുണ്ട്. നമ്മളെ ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാം ഈ ജപമാലയിൽ ഭയങ്കര, അതായത് അതിന് ഒപ്പം ഒരു പ്രെയർ ഇല്ല. അതാണ് സംഭവം. അപ്പം ജപമാല ചൊല്ലിയാണ് നിങ്ങൾ എല്ലാ ഈ ജോലികൾ ചെയ്യേണ്ടത്, പ്രേക്ഷിത ജോലികളെല്ലാം ചെയ്യേണ്ടത് അങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്ന് വരാൻ പോകുന്നത് വെച്ചാൽ നമ്മൾക്ക് ഒരു ഗ്യാരണ്ടിയാണ്. എന്താ ഗ്യാരണ്ടി? എല്ലാത്തിനും ഒരു ഗ്യാരണ്ടി വേണ്ടേ? 2:10 എടുത്തവനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരരെ, സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അടുത്ത വായിച്ചോളൂ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. അപ്പൊ വീണു പോകുകയില്ലെന്നാ പറയണത് അല്ലേ? ആ വചനം ഒന്നിട്ട് വായിച്ചേ. 2 പത്രോസിന്റെ 1:10 കേട്ടോ. 1 അധ്യായം 10 വാക്യമാണ്. ആകയാൽ സഹോദരരെ, സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. വീണു പോണത് എപ്പോഴാണ്? നമ്മുടെ ബലഹീനരാകുമ്പോഴല്ലേ വീണു പോണത് അല്ലേ? ഈ ഇവിടെ ചില ചെറുപ്പക്കാരൊക്കെ വീണ് പോകുമ്പോൾ എനിക്ക് ചിരി വരും. കാര്യത്തിൽ ഇവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഈ IELTS OET പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കുമല്ലോ. ഈ പല അനിയത്തിമാരും ഇവിടെ വീണ് പോകാറുണ്ട്. വീണ് പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഞാൻ പറയും, പിടിച്ചേക്കണടാ നിങ്ങൾ വീഴും കേട്ടാന്ന് പറയും. അതെന്താ അവർ വീണെച്ചാൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കത്തില്ല. അതാണ് സംഭവം. അവരിങ്ങനെ ഡീസൻ്റായിട്ട് അവിടെ ഇരിക്കും. ഇപ്പം ചീട്ട് കിട്ടും എല്ലാതും പറഞ്ഞിരിക്കും. പക്ഷേ എനിക്ക് പറയണത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടേ വരുന്ന പരീക്ഷയ്ക്ക് ഈ പ്രാർത്ഥനയ്ക്ക് നിൽക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വീണ് പോകും. ഇതുപോലെ എപ്പോഴാണ് വീണ് പോണത്? നമ്മൾക്ക് ബലഹീനമാകുമ്പോഴാണ് നമ്മൾ വീണ് പോണത്. ചിലപ്പോൾ മാനസികമായിട്ട് ബലഹീനമാകാം, ശാരീരികമായി ബലഹീനമാകാം, സാമ്പത്തികമായി ബലഹീനമാകാം. അപ്പോൾ ചിലപ്പോൾ വീണ് പോകും. അതാണ്. പക്ഷേ ഈ വീണ് പോകുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണ് പോകത്തില്ലെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? എങ്ങനെ ചെയ്താൽ നിങ്ങളെ എംപവർ ചെയ്യാനുള്ള അതാണ് 2 പത്രോസിൻ്റെ 1:10. എന്താണ്? ഇഫ് യു ഡു ഇറ്റ് ഓൾ ദി തിങ്സ് ദർ ഇസ് നോ ഡേഞ്ചർ ദാറ്റ് യു വിൽ എവർ ഫാൾ അവേ. ഇപ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ അടിപൊളിയാണ്. അതായത് നിങ്ങളിതൊക്കെ ചെയ്താൽ, അതായത് ചെല്ലുമ്പോഴല്ല,
ചെയ്താൽ, എന്നുവെച്ചാൽ ഇഫ് യു ഡു ഇറ്റ് ഓൾ ദീസ് തിങ്സ്, ഇങ്ങനെ ചെയ്താൽ ദർ ഇസ് നോ ഡേഞ്ചർ ദാറ്റ് യു വിൽ എവർ ഫാൾ അവേ. അപ്പോൾ നമ്മളെ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത ചൊല്ലണ പ്രാർത്ഥന അല്ലല്ലോ, ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഈ ചെയ്യുമ്പോൾ നമ്മളെ എംപവർ ചെയ്യും, മനസ്സിലായില്ലേ? നമ്മൾ മാനസികമായിട്ടോ അതുപോലെ തന്നെ ശാരീരികമായിട്ടോ വീണ് പോകാതെ നിലനിർത്താൻ എംപവർ ചെയ്യും, ശക്തിപ്പെടുത്തും. അത് എന്തുകൊണ്ടാണ്? അതായത് വിളിയും തിരഞ്ഞെടുപ്പും. അത് ബ്രദർ ആൻഡ് യു ഹാവ് ബീൻ കോൾഡ് ആൻഡ് ചോസൺ, വർക്ക് ഓൾ ദ ഹാർഡർ ടു ജസ്റ്റിഫൈ ഇറ്റ്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിലെ നിങ്ങളെന്താണ്? വർക്ക് ഓൾ ദി ഹാർഡർ വെച്ചാൽ നിങ്ങൾ ഉത്സാഹം ഉണ്ടായിരിക്കണം. അല്ലാതെ നനഞ്ഞ മോന്തായിട്ട് ഇനി 5 പത്രം ഉണ്ടല്ല, ഒരെണ്ണവിടെ കൊടുക്കാതിരിക്കല്ലേ, ഒരെണ്ണം അമ്മ എടുത്ത് കൊടുത്ത് വിടാമായിരിക്കും. ഇങ്ങനെ വാദപ്പരിക്കാരെ പോലെ ചെയ്താൽ പണി കിട്ടും. നിങ്ങൾ എംപവർ ചെയ്യണമെങ്കിൽ ഉത്സാഹത്തോടെ ചെയ്യണം. വർക്ക് ഓൾ ദി ഹാർഡർ ടു ജസ്റ്റിഫൈ ഇറ്റ്. ബൈബിൾ വളരെ മാത്തമാറ്റിക്കലായിട്ട് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം അതാണ് ഞാൻ ഉടമ്പടിയുടെ വചനമാണിത്. കറക്റ്റായി എന്താ പറയണത്? നിങ്ങളുടെ വിളിയും, ഇപ്പോൾ 2 പത്രോസ് 1:10, 1-ാം അധ്യായം 10-ാം വാക്യം എന്താണ്? നിങ്ങളുടെ വിളിയും പറഞ്ഞേ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സുകരായിരിക്കുവിൻ. ഇഫ് യു ഡു ഓൾ ദീസ് തിങ്സ്, നിങ്ങളിതെല്ലാം ചെയ്താൽ ദർ ഇസ് നോ ഡേഞ്ചർ ദാറ്റ് യു എവർ ഫാൾ. അതായത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണ് പോകത്തില്ലെന്ന്. അപ്പോഴേ നമ്മൾ കടമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് മക്കളില്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കല്യാണം ചിലപ്പോൾ താമസിക്കുന്ന കാരണം മറ്റുള്ള കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ച് പോകുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് മക്കളില്ല, നിങ്ങളുടെ കൂട്ടുകാരത്തേക്ക് മക്കളുണ്ട്. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വീണ് പോകും. ക്ലിയർ അല്ലേ? ചില ആൾക്കാർ കല്യാണക്കുറിയും കൊണ്ട് കൂട്ടുകാർ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അടുക്കളയിൽ പാതിരിക്കണത്? അമ്മ ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞത്, അവളെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റണില്ല. കല്യാണക്കുറിയും കൊണ്ടേ നിങ്ങളുടെ ക്ലാസ്മേറ്റ് വീട്ടിൽ വരുമ്പോഴേ അവളെ ഫേസ് ചെയ്യാതെ നിങ്ങൾ അടുക്കളയിൽ പോയി ഇരിക്കുകയല്ലേ? അപ്പോൾ അവളോട് ഇല്ലെന്നല്ലേ അമ്മ പറഞ്ഞു കൊടുക്കണത്. എന്താ കാര്യം? അവളുടെ കല്യാണം നടന്നു, ഇനിയിപ്പോൾ താൻ ഒറ്റയായി പോയി, അപ്പോൾ അത് ഫേസ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് കിട്ടുമ്പോൾ ചില പറയും, എൻ്റെ ഞാൻ ഇവിടെ റിസൾട്ട് ഇന്ന് വരും, അത് കാരണം ഞാൻ ഇവിടെ വന്നിരിക്കുക, എനിക്ക് ധൈര്യമില്ല വീട്ടിൽ പോയി നോക്കാൻ, വീട്ടിൽ ഇരുന്ന് റിസൾട്ട് നോക്കാൻ, OITയുടെ IELTSൻ്റെ റിസൾട്ട് വീട്ടിൽ ഇരുന്ന് നോക്കാനുള്ള ധൈര്യമില്ല. കാര്യം എന്താ? ഞാൻ വീണ് പോകുന്നു. എൻ്റെ മകളെ, നീ വീണ് പോകാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെക്കൊണ്ട് ഈ ജോലിയെല്ലാം ചെയ്യിച്ചിരിക്കണത്. മനസ്സിലായോ? ഈ ജോലിയെല്ലാം ഇപ്പം നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എന്തിനാണ്? നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യണത്. ചൊല്ലണ പ്രാർത്ഥന അല്ല നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, ചെയ്യുന്ന പദ്ധതികളാണ്. അത് ദൈവസ്നേഹത്തോടെ ചെയ്യണം. അത് നിങ്ങൾ ചെയ്യാൻ ആർക്കും പറ്റും, സാങ്കേതികമായിട്ടാണ് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ശക്തിപ്പെടാത്തതിൻ്റെ കാരണം നിങ്ങളത് സാങ്കേതികമായിട്ടാണ് ചെയ്യണത്. ഇപ്പം ഞാൻ ഈ പൗരോഹിത്യം എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത് ഇപ്പോഴും? ഞാൻ നിങ്ങൾ പറഞ്ഞ സെക്യൂരിനേക്കാൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇന്നലെ കണ്ടോ? എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. എല്ലാ ശനി ഞായർ തിങ്കൾ ചൊവ്വ സെക്യൂനയിൽ ഇൻ്റർവ്യൂ ഉണ്ട് അച്ഛന്. നിങ്ങളത് കേൾക്കണം, എല്ലാവരും കേൾക്കണത്. ഞങ്ങളത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കാര്യം അപ്പോൾ അവരെന്നോട് കുറേ ചോദ്യങ്ങളാണ്, പലതരത്തിലുള്ള, ഇപ്പോൾ ട്രോളൊക്കെ വരുന്നില്ലേ, അപ്പോൾ എല്ലാം കാരണം പല ചോദ്യങ്ങൾ അവരെന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും എനിക്ക് കൃത്യമായ വ്യക്തമായ മറുപടികളുണ്ട്. എന്നുവെച്ചാൽ കടന്നു പോകുന്ന കർത്താവിൻ്റെ കരം പിടിച്ച് കടന്നു പോകുന്ന കാലങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ബലപ്പെടുത്താൻ വേണ്ടി നിങ്ങളിങ്ങനെ, ഇപ്പോൾ ഞാനെന്താണ് ഈ പൗരോഹിത്യം ആഘോഷിക്കണമെന്ന് പറയാൻ കാര്യം, അപ്പോൾ ഞാൻ ഈ പൗരോഹിത്യം കൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഈശോനോട് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് പ്രശ്നം. വേറെ ഒരു റീസണുമില്ല. ഇതിൻ്റെ അകത്ത് ഒരു 3-4 രോഗങ്ങൾ എനിക്കുണ്ട്. പക്ഷേ ഐ ആം നോട്ട് ഡെസ്പ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് ഞാൻ ഡെസ്പല്ല. അപ്പോൾ ചിലപ്പോൾ രോഗത്തോടു കൂടി ആയിരിക്കും ചിലപ്പോൾ കർത്താവിനെ ശുശ്രൂഷിക്കാൻ കർത്താവിന് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിശുദ്ധിയായിട്ട് മാറുകയുള്ളൂ. അത് മനസ്സിലായില്ലേ? രോഗത്തോടു കൂടി ശുശ്രൂഷിക്കാനായിരിക്കും കർത്താവ്. ഇപ്പോൾ നമ്മൾ വായിച്ചപ്പോഴേ ഒരു വചനം വിട്ടുപോയായിരുന്നെന്ന് തോന്നി, അത് മറന്നുപോയി. അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവം മോളെ 1 കൊറിന്ത്യൻസ് 1:5 വായിച്ച് ശ്രുതികട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊറിന്തോസ് 1:5. 1 കൊരിന്ത്യർ 1:5. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിൽ എന്നും പറഞ്ഞൊരു വചനമുണ്ട്. നമുക്ക് പങ്കാളിത്തം കിട്ടുന്നു എന്നും പറഞ്ഞുകൊണ്ട് രോഗികളെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോഴായാലും ശരി, കർത്താവിനെ അറിയിക്കാനും അറിഞ്ഞതിനെ ആഴപ്പെടുത്താനും വേണ്ടി സുവിശേഷ വേലയ്ക്കായി പത്രങ്ങൾ ജനങ്ങളെ സാക്ഷ്യപത്രങ്ങൾ കൊടുക്കുമ്പോഴും ശരി, ഇതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടുവേണം ചെയ്യാൻ. കാര്യം എന്താ വിശ്വാസ പ്രമാണമാണ് ശരിക്കും കൃപയാർജിക്കുക, മറ്റത് അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസപ്രമാണം ഇപ്പോൾ നമ്മൾ യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുന്നു അല്ലേ. ദൈവം അവനെ മരിച്ചവർ നിർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. റോമ 10:9 അല്ലേ. പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ, ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾക്കെന്താ രക്ഷ പ്രാപിക്കുകയാണ് ചെയ്യണത്. രക്ഷ. അപ്പോൾ രക്ഷ എന്ന് പറയുമ്പോൾ ക്രിസ്തു തന്നെയാണ്. അതാണ് ലൂക്ക 2:30 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ക്രിസ്തു എന്ന് പറയുമ്പോൾ തന്നെ ശക്തിയാണ്. 1 കൊരിന്ത്യർ 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പോൾ രക്ഷ പ്രാപിക്കുക എന്ന് വെച്ചാൽ ശക്തി പ്രാപിക്കുകയാണ്. ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ചെയ്യുന്നതിലൂടെയാണ്, ചെല്ലുന്നതിലൂടെയല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണ് പോകത്തില്ല എന്ന് പറയണത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്താൽ 1 കൊരിന്ത്യൻസിൻ്റെ 1 പത്രോസ് 2 പത്രോസ് 1:10 പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണ് പോകത്തില്ല. എന്താ കാര്യം? നമ്മുടെ വിളി, കർത്താവ് നമ്മളെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്തിനാണ് വിളിച്ചിരിക്കുന്നതിന് യാതൊരു വേറെ ഒരു ഉദ്ദേശവുമില്ല. എന്താ വിളിച്ചിരിക്കണത്? നിങ്ങളെ തനിക്കിഷ്ടപ്പെട്ടൊരു അടുത്തേക്ക് വിളിച്ചു. എന്തിനാണ്? സുവിശേഷം പ്രസംഗിക്കാനും. 3:17 മർക്കോസ് സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ. മർക്കോസ് 3:14 തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഈ 12 പേരിലൂടെയാണ് ഈശോ മറ്റുള്ളവരെല്ലാവരും നിയോഗിച്ചിരിക്കുന്നത്. 12 പേരിലൂടെയാണ്. അപ്പം ഞങ്ങളെ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ഭാഗം വരുമ്പോഴേ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഈ ജോലി എന്തിനാണ്? വലിയ ജോലിയൊന്നും ഏൽപ്പിക്കണില്ല. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാനും നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ സങ്കടത്തിൻ്റെയും രോഗത്തിൻ്റെ സമയത്ത് മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളെ തളർത്തിക്കളയാതിരിക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആവഹിക്കാൻ വേണ്ടി ആണ് നിങ്ങളെ കൊണ്ട് ഇതുപോലുള്ള ശുശ്രൂഷകൾ സുവിശേഷത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ട് എനിക്ക് ബോധ്യം കിട്ടിയ കാര്യങ്ങളാണ് ഈ ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യണത്. കാര്യം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ നമ്മൾ അറിയിക്കുന്നു. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യണം. അവിടെയാണ് പ്രോബ്ലം കിടക്കുന്നത്. നിങ്ങളിതൊക്കെ ചെയ്യുന്നില്ലെന്നൊന്നും അല്ല പ്രശ്നം. സാങ്കേതികമായിട്ട് ചെയ്യുന്നുണ്ട്, സങ്കടത്തോടെ ചെയ്യുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടണത്. സാങ്കേതികമായിട്ട് നിങ്ങൾ എണ്ണി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, പക്ഷേ സങ്കടത്തോടെയാണ് ചെയ്യണത്. അങ്ങനെയല്ല. ഇത് 5:41 വെച്ചാൽ ചെയ്യേണ്ടത്. നടപടി പുസ്തകം. ശ്രുതികട്ടെ ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ 5:41 അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ സുവിശേഷ വേല ചെയ്യുന്നവർക്ക് ചില സമയത്ത് അപമാനം ഉണ്ടാകും. മറ്റുള്ളവർ നിനക്ക് വരെ ഭ്രാന്തുണ്ട്, അടിച്ചിങ്ങനെ ഇങ്ങനെ കുറേ എണ്ണത്തിന് അടിച്ച് തലയിൽ കയറ്റി ഇറക്കി വിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഓരോ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ചിലർക്ക് പേടിയാണ്, വർക്ക് ചെയ്യാൻ പേടിയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഈ പേടിനെ അതിജീവിക്കണം എങ്ങനെയാണ്? ക്രിസ്തുവിനോടുള്ള സ്നേഹമില്ലാത്തത് കൊണ്ടാണ് പേടി വരുന്നത്. ക്രിസ്തുവിനോട് കണ്ട അപ്പോസ്തലന്മാരെ കണ്ട 5:41 ക്രിസ്തുവിനോട് നിങ്ങൾക്ക് സ്നേഹമില്ല, ബന്ധമില്ല. പിന്നെ ഇവിടുന്ന് പറയുന്നതുകൊണ്ട് സാങ്കേതികമായിട്ട് ചെയ്യുകയാണ്. അതാണ് ഈ സങ്കടത്തോടെ ചെയ്യണത്. പല അണ്ണന്മാർക്കും പ്രശ്നം അതാണ്. കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തു വാക്ക് പാലിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അവർ അപ്പോസ്തലന്മാരുടെ ഒരു അഭിഷേകം കണ്ട ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ ഒരവസരം ലഭിച്ചതില്ലേ, അതൊരു അവസരമായിട്ടാണ് എടുക്കുന്നത്. കർത്താവിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും നമ്മളൊരു മോശം പറഞ്ഞാൽ അതിന് അവസരമായിട്ട് എടുക്കുന്നതിൽ സന്തോഷമുണ്ടാകണം. ഇങ്ങനെ സന്തോഷം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അതാണ് വിഷയം. നിങ്ങളുടെ വേഴ്സണൽ പ്രെയർ പൊളിയാകുമ്പോഴാണ് അതായത് ഇപ്പോൾ ഈ പൊളിയെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. പണ്ട് പൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കെന്നായിരുന്നു അരച്ച്. ഇന്ന് പൊളിയെന്ന് പറഞ്ഞാൽ അത് അർത്ഥം മാറിയ ഒരു 10 കൊല്ലം 15 കൊല്ലം മുമ്പ് ആ വാക്കിൻ്റെയൊക്കെ അർത്ഥം മാറി കണ്ടില്ലേ. പണ്ട് പൊളിയെന്ന് പറഞ്ഞാൽ അവൻ പോക്കാണെന്ന് എൻ്റെ അടുത്ത്, പരാജയമാണെന്ന് പറയും. ഇന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് എൻ്റെ അടുത്ത്. അതിന് വ്യത്യാസം മതിക്കണം. അതിപ്പോൾ ഇങ്ങനെ വാക്കുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എനിക്കറിയാം, നിങ്ങൾ ദൈവസ്നേഹമില്ല എന്ന് ഈശോ പറയുന്ന ഒരു നോട്ടുണ്ട് അടുത്ത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് യോഹന്നാൻ 5:42 ശ്രുതികട്ടെ യോഹന്നാൻ 5:42 എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഇത് ഒരു ഇങ്ങനെ ബ്രാൻഡഡ് ആകരുത്. ഇപ്പം നിൻ്റെ പേര് എൽസി എന്നാ, എലിസബത്ത് എന്നാ, അല്ലെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിർമ്മല, എന്തൊക്കെ ആയിക്കോട്ടെ. എനിക്ക് നിർമ്മല നിന്നെ അറിയാം, നിനക്ക് ദൈവസ്നേഹം ഇല്ലെന്ന് എങ്ങനെ യേശു പറഞ്ഞാൽ നിൻ്റെ കാര്യം കട്ടപ്പോയി. ഒന്നാമത്തേൽ പേര് ചൊല്ലിയാണ് ദൈവം ആളെ അറിയണത്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഓരോരുത്തരെയും പേഴ്സണലായിട്ടാണ് ആൾക്കാർ അറിയണത് ദൈവം. അപ്പോൾ ആ കണക്കിന് നിന്നോട് പറയണത് എനിക്ക് നിന്നെ അറിയാൻ സജി, നിനക്ക് ദൈവസ്നേഹം ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കൊണ്ട് അങ്ങനെ നമ്മൾ ബ്രാൻഡഡായി. പറഞ്ഞ മനസ്സിലായില്ലേ? ആധ്യാത്മിക ജീവിതത്തിലെ അപകടം ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി ഡേഞ്ചർ സോണിൽ ഒരിക്കലും വരരുത്. കാര്യം ബ്രാൻഡഡായി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? നിന്നെക്കുറിച്ച് ദൈവം ഒരു ബ്രാൻഡഡ് ആകാൻ വെച്ചാൽ നിന്നെക്കുറിച്ച് ദൈവം ഒരു അസസ്മെൻ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. കാര്യം ദൈവം അസസ്മെൻറ്റിൻ്റെ ആളാണ്. ഇപ്പം യോഹന്നാൻ 2:14-24 വായിച്ചേ. ശ്രുതികട്ടെ യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. ഈ കണ്ട ഉടമ്പടി എല്ലാം എടുത്ത് ഇതുപോലെ രോഗികളെയും കണ്ട് ആശുപത്രിയിലും പോയിട്ട് ഇപ്പോൾ പറഞ്ഞെന്താണ്? യേശു ആകട്ടെ അവരിൽ വിശ്വസിച്ചില്ല. കാരണം എന്താണ്? കാരണം അവൻ അവരെല്ലാം അറിഞ്ഞിരുന്നു. IELTS വേണ്ടി മാത്രമുള്ള കസത്രാണിത്. മനസ്സിലായില്ലേ? അതാണ് വിഷയം. അത് വളരെ സീരിയസ് ആണിത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമുള്ള വിഷയമാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഔട്ട് ഓഫ് ലവ്. കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടല്ല. ഇപ്പോൾ IELTS പാസ്സാകാൻ വേണ്ടിയും ആ വസ്തു വിൽക്കാൻ വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള ഒരു വെടിനിർത്തലോ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണിത്. അതാണ്. അങ്ങനെ ഒരു ബ്രാൻഡഡ് ആകാതിരിക്കാൻ നോക്കണം. ഒന്ന് വായിച്ചേ, വചനം വായിച്ചേ. 2:24 യോഹന്നാൻ. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു അസസ്മെൻറ്റ് വന്നാൽ, അതായത് ഈ പാലം കയറുവോളം മാത്രമേ നാരായണ വിളിയുള്ളൂ, പാലം കയറി കഴിയുമ്പോൾ സ്വന്തം അഭ്യാസം കാണിക്കുമെന്ന് എങ്ങാനും ഈ വിഷയം കർത്താവിന് അറിയാമെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അത് വളരെ സത്യം. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുക്കാമ്പോൾ തന്നെ ആദ്യമേ ജാമ്യം എടുക്കണം. കർത്താവേ, ഇത് കൊണ്ടൊന്നുമല്ല, ഇത് കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും, അന്നമ്മ ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് പറയാം. കർത്താവിന് ഇവിടെ തന്നെയായിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? എങ്ങനെ പറയണം കർത്താവിൻ്റെ? കർത്താവേ, എൻ്റെ പരീക്ഷയും കാര്യമൊക്കെ പോട്ടെ, ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട്
പരീക്ഷ വെച്ച് അതിന് ജയിക്കുമോ തോക്കുമോ നോക്കിയിട്ട് നിന്നെ സ്നേഹിക്കാൻ നടക്കുകയല്ല. ഞാൻ ജയിച്ചാലും തോറ്റാലും നീ തന്നെ എൻ്റെ രക്ഷകൻ. നിനക്ക് വേണ്ടി ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. അങ്ങനെ നേരെ ചൊവ്വേ കർത്താവിൻ്റെ മുഖത്ത് നോക്കി ചങ്കുറപ്പോടെ സംസാരിക്കാൻ കഴിഞ്ഞാൽ കർത്താവ് ആരാണെന്ന് നീ അറിയും. കൈയിടിച്ച് കർത്താവ് 2:4 എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ ഉണ്ടാകുമ്പോൾ ഓരോ ഘട്ടമില്ലേ, ഇപ്പോൾ ഓരോ ഘട്ടത്തിൽ ചിലപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഊഷ്മളത ഇവിടെ പുതുക്കി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഊഷ്മളത ഉണ്ടാകത്തില്ല. കാരണം നിങ്ങൾ സാങ്കേതികമായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ തന്നിട്ട് അങ്ങനെ വേണ്ടത്. സാങ്കേതിക സ്നേഹക്കാരാണെങ്കിൽ എണ്ണി ഒപ്പിച്ച് അത് ആ കാര്യങ്ങൾ ചെയ്യും, എണ്ണി അങ്ങനെ ഒപ്പിച്ച് കളയും. ആത്മബന്ധം ഉണ്ടാകത്തുമില്ല. ആത്മബന്ധം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കമൻറ്റ് വരും ദൈവത്തിലേക്ക്. എന്താണ്? നിനക്ക് ആദ്യമുണ്ടായത് നിന്നെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അപ്പോൾ അല്പസ്നേഹം കുറഞ്ഞു പോയാൽ ഇറ്റ് വിൽ ബി കൗണ്ടഡ്. ഇത് ഭയങ്കര ഞാനിപ്പോൾ കർത്താവുമായിട്ട് 4 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഈശോയെ സ്വപ്നം കാണുന്നത്. അന്നാണ് എനിക്ക് ദൈവവിളി കിട്ടിയത്. കർത്താവ് ആനപ്പുറത്ത് വരുന്നതാണ് ഞാൻ കാണുന്നത്, സ്വപ്നം കാണുന്നത്. അന്ന് മുതൽ ഈശോയെ ഞാൻ തിരക്കി നടക്കണമായിരുന്നു. അതിന് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, അത് ഓരോ സമയം ചെല്ലുന്തോറും ക്രൊണോളജി ക്ലിയർ അനുസരിച്ച് നമ്മുടെ ഫെയ്ത്ത് മാത്രമല്ല നമ്മൾ ലവ് ലെവലും വർദ്ധിക്കണം. ഫെയ്ത്ത് ഇയർ എന്ന് പറയുമ്പോൾ വിശ്വാസ വർഷം, അതല്ല നമ്മൾ ലവ് ലെവലും ഉണ്ട്. കാര്യം ദൈവം അത് കൗണ്ട് ചെയ്യുന്നുണ്ട്. എഫേസ്യൻ സഭയ്ക്ക് 2:24 ചോദിച്ചൊക്കെ എന്താണ്? നിന്നെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. കാര്യം എന്താണ്? നിൻ്റെ ലവ് ലെവല് ഡൗൺ ആയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല. 30 മിനിറ്റ്സ് ഇതെല്ലാം കൗണ്ട് ചെയ്യുന്നു എന്നുള്ള പ്രശ്നം. ഇത് കൗണ്ട് ചെയ്യാത്തതല്ല. അങ്ങനെ ഒരു പരിധിയിലേക്ക് വരാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മറിച്ച് നമ്മൾ തീരുമാനം എടുക്കണം. എന്താണ്? കർത്താവിനെ സ്നേഹിക്കാൻ തീരുമാനിക്കുക. അതിനെ സ്നേഹിക്കാൻ പറ്റുന്ന രീതിയിൽ അർത്ഥവത്തായിട്ട് കുറേ ഇക്വേഷൻസാണ് നിങ്ങൾക്ക് തന്നിരിക്കണത്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് ദൈവത്തെ സ്നേഹിക്കാം. പക്ഷെ ഉടമ്പടിയിൽ വരുമ്പോൾ എന്താ പ്രശ്നം ഇരിക്കണത്? നമ്മൾ തനി കർത്താവ് പറഞ്ഞ വാക്കുകൾ മാത്രം എടുത്ത് ആ വാക്കുകൾ തന്നെ എടുത്തിട്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം? കർത്താവ് ഒന്ന് ദൈവം മഹത്വപ്പെടുന്നു, രണ്ടാമത് എന്താണ്? അനേകരുടെ ജീവിതത്തിൽ നിന്ന് പാപം ഒഴിഞ്ഞു പോകുന്നു, നിങ്ങളെ മൂലം അനേകരെ വിശുദ്ധീകരിക്കുന്നു. അത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തോടുള്ള നിങ്ങളുടെ ഐക്യദാർഢ്യമായി മാറുന്നു. നിങ്ങൾ കർത്താവിൻ്റെ പ്രേക്ഷിതയായി മാറുന്നു. നിങ്ങൾ നിത്യത കൊയ്യുന്നു. അതായത് വൈ വി ആർ ഫോളോയിങ് മേരി. അമ്മ എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യണത്? ഒരു കാരണം എന്ത്? അതായത് അമ്മയ്ക്കൊരിക്കലും അനുദപിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ അമ്മയിൽ നിന്ന് പഠിച്ചൊരു സംഭവമാണ്. അമ്മയുടെ വിജയം അതാണ്. അമ്മയ്ക്ക് എല്ലാ അപ്പോസ്തലന്മാർക്കും അനുദപിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇല്ലേ? പത്രോസ് അനുദപിച്ചു, തോമാശ്ലീഹ അനുദപിച്ചു, പൗലോസ് അനുദപിച്ചു. പക്ഷെ അമ്മ അനുദപിച്ചിട്ടില്ല. അമ്മയ്ക്ക് അനുദപിക്കേണ്ട ഒരു ആവശ്യം അമ്മ ഉണ്ടാക്കിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ആ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമുക്ക് ദൈവത്തിൻ്റെ പൈതലായിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്, മാത്യു 26:75. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാമത്തെ വാക്യം എന്താണ്? കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്തു കരഞ്ഞു. വകുപ്പുണ്ടാക്കി കരയാൻ. അതായത് ഏറ്റവും ടോപ്പായിട്ട് പാറ പോലെ ഉറച്ചു നിന്ന പത്രോസിന് പോലും അവസാനം സ്വന്തം പാപത്തെ ഓർത്ത് കരയേണ്ടി വന്നിട്ടുണ്ട്. ഇതൊരവസരമാണ്. നിൻ്റെ കരുത്തെന്ന് പറയണത് പാപത്തെ ഓർത്ത് കരയാത്ത അവസ്ഥകളുടെ എണ്ണം കൂടുതലാണ്. ഒരു ആത്മീയ കരുത്തെന്ന് പറയുന്നത് അതാണ്.
ഒരു വ്യക്തിക്ക് നിങ്ങൾ ഓരോ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ ആത്മീയമായിട്ട് കരുത്ത് പ്രാപിക്കുകയല്ലേ. അപ്പോൾ ആത്മീയമായ കരുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? അനുതാപം ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കുതിക്കുന്നതാണ് ആത്മീയ കരുത്ത്. ഇപ്പോൾ സെൻറ്റ് തോമസിൻ്റെ അവസ്ഥ എന്താ? സെൻറ്റ് തോമസും ഇതുപോലെ അവസാനം പട്ടാക്കി പറഞ്ഞാണ് പിരിയണത്. എന്താ? അതായത് 20:28 യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 20:28. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അപ്പൊ 20:27 വായിച്ചേ. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പൊ കക്ഷിക്ക് എന്നാ പറ്റിയത്? ഏതോ ഒരു സമയം അവിശ്വാസിയായിപ്പോയി. ഏതോ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവിശ്വാസിയായിപ്പോയി. അതുകൊണ്ടാണ് അനുതാപത്തോടെ എൻ്റെ കർത്താവേ, സത്യം പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിക്കണത്. പക്ഷേ അനുതാപത്തിൻ്റെ ഒരു അവസരമാണത്. ഈ അനുതാപത്തിൻ്റെ ഒരു അവസരം ഉണ്ടാകുന്നത് ആത്മീയമായിട്ട് ഒരു കരുത്ത് കുറവാണ്. അമ്മയുടെ കരുത്ത് അതാണ്. ഇപ്പം നമ്മൾ പൗലോസ് അപ്പോസ്തലൻ എടുത്താൽ അത് തന്നെ 7:24 സ്വന്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഞാൻ ദുർഭകനായ മനുഷ്യനാണെന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ ദുർഭകത ഏറ്റുപറയുന്ന ഭഗവാൻ. 7:24 റോമ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. റോമ 7:24. റോമ 7:24. ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഞാൻ ദുർഭകനായ മനുഷ്യൻ. മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? അപ്പൊ ഈ ശാരീരികമായ അവശതകളും പരവശ്യങ്ങളും എല്ലാം അതിൽ നിന്നുണ്ടാകുന്ന വീഴ്ചയും ഉയർച്ചയും എല്ലാം കൊണ്ട് ആള് പട്ടാങ്ങി പറയണ ഒരു സമയമാണ്. ഞാൻ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, ഇങ്ങനെ ഒരു ഡയലോഗ് അമ്മയുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കത്തില്ല. അതാണ് കരുത്തെന്ന് പറയുന്നത്, ആത്മീയ കരുത്തെന്ന് പറയുന്നത്. മരിയൻ ഉടമ്പടി എടുക്കുന്നവർ ഓരോ സമയം ചെല്ലുന്തോറും ഓരോ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ചുകൊണ്ട് നിങ്ങൾ കരുത്ത് പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഓരോ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ചിട്ട് നിങ്ങളെ അപ്പോൾ നിങ്ങൾക്ക് ആത്മീയമായ കരുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? അനുതാപത്തിൻ്റെ അവസരങ്ങളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കൊണ്ട് ആത്മീയ കരുത്തുണ്ടായിക്കൊണ്ടിരിക്കും. പിടികിട്ടിയ ആത്മീയ കരുത്ത് പ്രാപിക്കണമെന്ന് നമ്മൾ എല്ലാവരോടും പറയും. എന്താണ് ആത്മീയ കരുത്ത്? അനുതാപത്തിൻ്റെ അവസരങ്ങളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കൊണ്ട് ആത്മീയ കരുത്ത് പ്രാപിച്ചുകൊണ്ടിരിക്കും. കാര്യം അമ്മയ്ക്ക് അനുതാപത്തിൻ്റെ ഒത്തിരി അവസരങ്ങളുണ്ടായി. പക്ഷെ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇട്ടിവെട്ടി രീതിയാണ്. ഞാൻ എന്താണ് ഇവിടെ വിട്ടുപോകാത്ത നിൽക്കണമെന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കാനുള്ള വലിയ കൃപ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. 2:5 എടുത്തേ. ലൂക്കാസ് 2:5. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. 2:5 പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. എന്താ പ്രശ്നം? ഈ ഒരു ഇഷ്യൂ മാത്രം എടുത്താൽ മതി. കാര്യം ക്രിസ്മസ് കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു ഇഷ്യൂ മാത്രം എടുത്ത് എത്ര പ്രശ്നം വേണമെങ്കിലും, അതായത് ഇവിടെ മുഴുവനും നീതി അമ്മയുടെ ഭാഗത്ത് മാത്രമാണ്. ബേസിക്കായിട്ട് ഒന്നാമത്തെ പ്രശ്നം എന്താണ്? അവർ സ്ത്രീയാണ്. രണ്ടാമത്തെ എന്താണ്? ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന സമയമാണ് ഗർഭകാലത്തെ പ്രസവകാലം. അതായത് ഒരു 3 ദിവസം കൂടിയേ പ്രസവിക്കാനുള്ളൂ. ആ സമയത്താണ് ഈ കന്യാകുമാരി വരണത്, ഷിഫ്റ്റിംഗ് വരണത്. കാര്യം നമ്മളുടെ എന്തിനാണ് ഞാൻ ഈ ഉടമ്പടിയിൽ ഇത് പറയണത്? ഈ ഗ്രേസ് നമുക്ക് ടാപ്പ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു സംഭവം ഷിഫ്റ്റിംഗ് ആണ്.
നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നോൺ കംഫർട്ട് സോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യണത് ഒരു ദൈവപ്രവർത്തനമാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് നമുക്ക് സുരക്ഷിതമായ ഒരു ഇടത്തിൽ നിന്ന് അരക്ഷിതമായ ഇടത്തിലേക്ക് മൂവ് ചെയ്യണത് വെൻ യു റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ജീസസ് വിൽ ബി എൻഗ്രേസ്ഡ്. നിങ്ങളത് കർത്താവിൻ്റെ നാമത്തിലാണ് എടുക്കുന്നത്. ഇത് കണ്ടില്ലേ? ഗർഭിണിയായ ഭാര്യയുമായിട്ട് പോവുകയാണ്, ഷിഫ്റ്റ് ചെയ്യുകയാണ്, നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ ഒത്തിരി നീതികൾ ദൈവത്തിന് ചെയ്യാമാണ്. ഒന്നെങ്കിൽ കനീഷന്മാർ മാറ്റി വെക്കാമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ വെക്കാമായിരുന്നു. ഇനി ഇവിടെ പ്രസവം വരെ രാത്രി മനുഷ്യന്മാരില്ലാത്ത സമയത്താണ് വെക്കണത്. സമയത്തിൻ്റെ കാര്യത്തിലും ദാക്ഷിണ്യം കാണിക്കണില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയന്മാർ രാത്രിയല്ലേ വരണത്. ഇപ്പോൾ രാത്രി ഇടയന്മാർ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതൊരു കണ്ണും പകലും ഉള്ളപ്പോൾ വല്ല 4 മണിക്കോ വല്ലതൊക്കെയാണ് ഇവിടെ പ്രസവം വെച്ചിരുന്നെങ്കിൽ നാട്ടുകാർക്ക് വന്ന് ശുശ്രൂഷിക്കാം. ആർക്കും ശുശ്രൂഷിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരെല്ലാം ഉറങ്ങി സ്വന്തം ബന്ധുക്കളും സ്വന്തപ്പെട്ടവരിൽ നിന്നൊക്കെ മാറ്റി ഇവരോട് മാക്സിമം ക്രൂരതയാണ് ചെയ്യണത്. ഈ ക്രൂരത ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം പോലും ഔസേപ്പിതാവിനോടോ ദൈവത്തോടോ ഇവർ മിണ്ടത്തില്ല. കാര്യം എന്താണെന്ന് അറിയാം? അങ്ങനെ മിണ്ടിയിരുന്നെങ്കിൽ ഇവർക്ക് അനുദപിക്കേണ്ടി വന്നേനും. ദാറ്റ്സ് മൈ പോയിന്റ്. അതാണ് മരിയൻ കരുത്തെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് നീ പറഞ്ഞ് പഠിപ്പിച്ചപ്പോഴേ പല സമയത്തും നിന്റെ തിരുമനസ് നിറവേറണമെങ്കിൽ ഞാൻ അരക്ഷിത അവസ്ഥ അങ്ങയുടെ നാമത്തിലെ മറിയത്തെ പോലെ നടക്കാത്ത കാര്യത്തിന് ചേരാത്ത കാര്യത്തിന് അങ്ങയുടെ തിരുസന്നിധിയിലെ മറിയത്തെ പോലെ പരാതിയില്ലാതെ പരിഭവമില്ലാതെ ദൈവത്തെ സംഗ്രഹിച്ചുകൊണ്ട് പുരുഷനെ കൃപയാക്കാൻ അവസരങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ജീവിക്കുമ്പോഴേ ഉടമ്പടി വെച്ച വിഷയങ്ങളിലെ സമയത്തും കാലത്തും അത്യാവശ്യ കാര്യങ്ങള് നടക്കാതെ വരുന്ന അവസ്ഥകള് മറിയത്തെ പോലെ അനുഗ്രഹത്താലല്ല ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ അറിയപ്പെടാൻ ബലഹീനമാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള മരിയൻ അവധാനയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ലൂക്ക 2:19 ലൂക്ക 2:52 ഈശോ അമ്മയ്ക്കെതിരെ നിൽക്കുന്ന ഭാഗമാണത്. സാഹചര്യവും അമ്മയ്ക്കെതിരെ നിൽക്കുന്ന ഭാഗമാണ് ലൂക്ക 2:19 മാനുഷിക അവസ്ഥകൾ അമ്മയ്ക്കെതിരെ നിൽക്കുന്നു. അതാണ് 2:19. എന്താണ്? ഇടയന്മാർ വരുമ്പോൾ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് അഡ്രസ്സുമില്ല ആരുപോലും ഇല്ലാതെ ഇങ്ങനെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു ആട്ടും കുഞ്ഞാട്ട് പ്രസവിച്ച് കിടക്കുന്ന യേശുവിനെ കാണുകയാണ് ഇടയന്മാർ. അപ്പോൾ നാട്ടുകാരിലെ ബന്ധുക്കളിലെ സ്വന്തപ്പെട്ടവരുടെ സഹോദരങ്ങളിലെ സപ്പോർട്ട് ചെയ്യാൻ ആരില്ല. ഇങ്ങനെ അവസ്ഥയിൽ കണ്ടുകൊണ്ട് പോകുമ്പോൾ മറിയത്തെക്കുറിച്ച് പറയണം, അപ്പാ എന്നോടെന്താ അപ്പ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനുള്ള എല്ലാ വകുപ്പും 1000 നാവ് വെച്ച് ചോദിക്കാം. പക്ഷെ ആ സമയത്ത് മാതാവ് എന്താ ചെയ്യണത്? ദൈവഹിതത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ആദ്യമേ പറയത്തില്ലേ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ചില സമയത്തെങ്കിലും പറയാനുള്ള കഴിവാണ് നമ്മുടെ ആധ്യാത്മിക കരുത്തെന്ന് പറയണത്. അധികം മരിയൻ കരുത്തിൻ്റെ ഭാഗമാണ്. മിണ്ടിയിലല്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നല്ലേ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മേരി അതെല്ലാം ഹൃദയത്തിൽ സംഭവിച്ചെന്ന് 2:19 പറയുമ്പോഴേ മേരി ശബ്ദിച്ചില്ല എന്ന് പറയുമ്പോൾ അപ്പനെതിരെ നാക്കുപയോഗിച്ചില്ല എന്നതിൻ്റെ അർത്ഥം. പരാതിയില്ല, പരിഭവമില്ല, തർക്കിച്ചില്ല. അത് ഈശോ ചെയ്ത പോലെയാണ്. 53:7 അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്തില്ല. കാര്യം എന്താണ്? അവൻ ദാസനായിരുന്നു. എൻ്റെ ദൈവത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുമ്പോൾ ഓർക്കുക, എന്നില്ലെങ്കിൽ നാളെ നിനക്ക് ദൈവത്തിൻ്റെ സ്വന്തമാകണമെങ്കിൽ ദാസനോ ദാസിയാകാതെ നിനക്കിവിടുന്ന് പിഴച്ചു പോകാൻ പറ്റത്തില്ല. ഇത് അംഗീകരിക്കുന്നതാണ് ആത്മീയ കരുത്ത്. കൈയടിച്ച് കർത്താനത്തോടെ ഒരു കാര്യത്തിന് 2 എൻറ്റിറ്റി ഉണ്ട്. ഒരു വിഷയത്തിന് 2 എൻറ്റിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ അത് അതുപോലെ നടക്കാം, ദാറ്റ് ഈസ് ബ്ലെസ്സിങ്സ്. ഒന്നെങ്കിൽ ഒന്നും നടക്കത്തില്ല, ദാറ്റ് ഈസ് ഗ്രേസ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇനി ഇങ്ങനെ ABCD പഠിച്ച് എന്നൊരു തറാപ്പന ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞോ?
വി മസ്റ്റ്, അതായത് ദ ചർച്ച് വാണ്ട് എ മച്ചുവർ വിറ്റ്നസ്. ഒരു വിശ്വാസിയായിട്ട് കാര്യമില്ല. വി ആർ സീക്കിംഗ് ആഫ്റ്റർ വിറ്റ്നസ്. ഒരു സാക്ഷിയാകണം. സാക്ഷിയാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളാണ്. നടക്കാത്ത കാര്യങ്ങൾ, ഇഫ് യു ടേക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അത് കർത്താവിൻ്റെ തിരുമനസ്സിന് അമ്മയെപ്പോലെ ദാസ്യതയോടെ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃപയാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയും. അത് നിത്യതയ്ക്കാണ് അതിൻ്റെ പ്രയോജനം വരുന്നത്. അനുദിന ജീവിതത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ബ്ലെസ്സിങ്സ് ആണ്. നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗ്രേസ് ആണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല, നടക്കാത്ത കാര്യങ്ങളോടുള്ള സുവിശേഷവിധമായ നിങ്ങളുടെ നിലപാടാണ്. കൈയടിച്ച് കർത്താവ് എല്ലാവരും എഴുന്നേൽക്കുക, സന്തോഷമായിരിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ രോഗമുള്ളിടത്ത് നിങ്ങളുടെ കൈകൾ വെക്കുക. ഉദരരോഗികളുണ്ട്, അവർ ഉദരത്തിൽ ആണ് കൈവെക്കേണ്ടത്. മൂത്രാശയത്തിൽ കല്ലുണ്ടുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, കിഡ്നി രോഗികളുണ്ട്, അവർ നടുവിലാണ് കൈവെക്കേണ്ടത്. ശ്വാസകോശ രോഗികളും കരൾ രോഗികളും നെഞ്ചിൻ്റെ മധ്യത്തിൽ കൈവെക്കണം. കരൾ രോഗികൾ നെഞ്ചിൻ്റെയും വയറിൻ്റെ ഇടയ്ക്ക് കൈവെക്കണം. പങ്ക്രിയാസ് രോഗികളെ ഇടതുവശത്ത് കൈവെക്കണം വയറിൻ്റെ. പ്രഷർ രോഗികളും ഷുഗർ രോഗികളും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവരെ, കുറേ രോഗങ്ങളുടെ കൈ പിണച്ച് സർവാംഗം ബോഡി കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് സ്വസ്തിക പോലെ നെഞ്ച് പൂട്ടി കൈവച്ചിട്ട് ഉള്ളംകാലം മുതൽ ഉച്ച വരെ കർത്താവിനെ ഏൽപ്പിച്ച് നിൽക്കണം. അസ്ഥിരോഗികളുണ്ടാകാം, വാതരോഗികളുണ്ടാകാം, വേരിക്കോസിൻ്റെ അസുഖമുള്ളവർ, PCOD രോഗികളും ഓരോ സാവരോഗികളൊക്കെ ഉണ്ട്. അവരെല്ലാവരെയും പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കിടപ്പ് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം, വീട്ടിലുള്ള രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ഛൻ പ്രാർത്ഥിക്കും, എൻ്റെ മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ നിൽക്കണം. വിശ്വാസപ്രമാണം ചൊല്ലി തീരുമ്പോൾ വീണ്ടും തുടങ്ങണം വിശ്വാസപ്രമാണം. അച്ഛൻ പ്രാർത്ഥിച്ച് തീരണവരേ പ്രാർത്ഥിക്കണം. വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലാത്തവർ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഈശോയെല്ലാം സാധ്യമായതിന് ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവേ. കർത്താവെ കടന്നു വരണമേ കർത്താവേ. കർത്താവെ ശക്തി ഒഴുക്കണമേ കർത്താവേ. കർത്താവെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥി ഉരുക്കമുള്ളവരെ, അസ്ഥി ഒലിച്ചു പോകുന്നവരെ, അസ്ഥി സ്രാവമുള്ളവരെ, വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവരെ കർത്താവെ അവരെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. ചെവികളുടെ പഴുപ്പ് വരുന്നവരെ, അഡിനോയിഡിന് അസുഖമുള്ളവരെ, ശരീരഭാഗങ്ങളിലെ കോശങ്ങളിലെ ക്യാൻസറുകളുള്ളവരെ കർത്താവ് അവരെ സ്പർശിക്കണമേ കർത്താവെ. പല്ല് കൊഴിഞ്ഞു പോകുന്നവർ, കാഴ്ചത്തിൻ്റെ അസുഖമുള്ളവർ അവരെ സ്പർശിക്കണമേ കർത്താവെ. തൊണ്ടയിൽ രോഗമുള്ളൊരു കർത്താവ്, ടോൺസിൽ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ അവരെല്ലാവരും സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് ഹൃദയ രോഗികൾ, കിഡ്നി രോഗികൾ കർത്താവ് ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മക്കളില്ലാത്തൊരു സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവത്തിൻ്റെ കരുണ ഒഴുകട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit. കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തം ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഒഴുകട്ടെ. സർവകോശങ്ങളും പേശികളും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സർവകോശങ്ങളും പേശികളും അസ്ഥികളും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit. Touch with the fire finger, soak with the precious blood. I command you in the name of Jesus Christ to be healed.
ഹാലലൂയ 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 ഹാലലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന ആരാധന.